ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ജോയൽ കുര്യൻ ഫ്രം പിറവം, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ ദേവദാസനെ, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ദേവദാസന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. പ്രിയ കർത്താവിൻ്റെ ദാസന്റെ അനുഭവം ഷെയർ ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണേ. നെറ്റ്വർക്കിനെ ഹല്ലേലൂയ കർത്താവെ എല്ലാം കൂടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ അല്പസമയം ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ ദാസനെ, ദൈവദാസനുള്ള സമയമാണിപ്പോൾ. ജീവിതാനുഭവത്തെ ഷെയർ ചെയ്യാവുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ജോയിസ് ടി വി എന്ന ഈ ഒരു സാമൂഹിക മാധ്യമത്തിലൂടെ, ഒരു ചാനലിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളോട് അടിയന്റെ സാക്ഷ്യം പങ്കിടുവാൻ ദൈവം അടിയന് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ മധ്യയിൽ സാക്ഷ്യമായി ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഓർമ്മിപ്പിപ്പാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. എൻ്റെ കൊച്ചിലെ മുതൽ ഈ ദൈവവിളിയിലേക്ക് ഇറങ്ങുവാൻ തക്കതായ നിലവാരങ്ങളിലേക്ക് ദൈവം എന്നെ എങ്ങനെ നടത്തി എന്നുള്ള ചില കാര്യങ്ങൾ പങ്കിടുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഒരുപക്ഷെ ഇത് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് യൗവനക്കാർക്കിടയിലായിരിക്കാം. കാരണം ആ തരത്തിലുള്ള ഒരു ജീവിതാനുഭവമാണ് അടിയന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥനാപൂർവം അതിന്റെ ഓരോ ഇവന്റ്സിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. എൻ്റെ സാക്ഷ്യം എൻ്റെ ജനനത്തിന് മുൻപേ ആരംഭിക്കുന്നതാണ്. സ്തോത്രം. കാരണം എൻ്റെ മാതാപിതാക്കൾ CSI വിശ്വാസത്തിലാണ് ആയിരുന്നത്. അവരിരുവരും സൗദി അറേബ്യയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ അമ്മ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ്. അപ്പോൾ അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഓർത്തഡോക്സിന്റെ ആ ഒരു പള്ളിയുടേതായ ഒരു 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 എന്തുവാ വലിയ ഇതൊക്കെ പറയുന്ന കൂട്ടത്തിലായിരുന്നു. സ്തോത്രം. എന്നാൽ എൻ്റെ പപ്പ CSI വിശ്വാസത്തിലായിരുന്നത് കൊണ്ട് അല്പമായ വചനവും കാര്യങ്ങളും ഒക്കെ അറിയാം. CSI വിശ്വാസം കുറച്ചുകൂടെ ഓപ്പൺ ആണ്. അപ്പോൾ വചനം കാര്യങ്ങളൊക്കെ അറിയാം. പ്രാർത്ഥനയ്ക്ക് വലിയൊരു ഒരു ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് സൗദി അറേബ്യയിൽ വെച്ച് ഒരു വിശ്വാസിയുമായി അവർ കണ്ടുമുട്ടുകയും ആ വിശ്വാസി എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. രാജനങ്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം സൗദി അറേബ്യയിൽ ഒരു പിതാവിനെ പോലെ തന്നെ എന്നെ കരുതുകയും എന്നെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൂടുതലായി സാക്ഷ്യത്തിൽ പറഞ്ഞു വരാം. ആ കുഞ്ഞുമോൻ ബ്രദറിലൂടെ അല്ലെങ്കിൽ രാജനഗറിലൂടെ ആയിരുന്നു എൻ്റെ ഫാദറും മദറും സുവിശേഷം അറിഞ്ഞതും അവർ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പോകുകയും അവരെ രാജനങ്കിൽ മാത്രമല്ല മറ്റനേക വ്യക്തികളുണ്ട് അവരെ മോൾഡ് ചെയ്യുകയും ചെയ്ത്. അപ്പോൾ അവർ സുവിശേഷം കേട്ട സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ ഉരുവായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്നെയുമായി അമ്മ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴാണ് അമ്മ സുവിശേഷം കേൾക്കുകയും വചനം കേൾക്കുകയും കാസറ്റുകൾ കേൾക്കുകയും, അന്ന് സീഡുകളില്ല, കാസറ്റുകളാണ്. കാസറ്റുകളിൽ K. എബ്രഹാം പാസ്റ്ററിന്റെ ബൈബിൾ ക്ലാസ്സുകളും അങ്ങനെ മറ്റു പല കർത്തദാസന്മാരുടെ ബൈബിൾ ക്ലാസ്സുകളും ഒക്കെ അമ്മ വളരെ ആർത്തിയോടെ കേൾക്കുമായിരുന്നു. വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരനുഭവമായിരുന്നു. അമ്മ പരിശുദ്ധാത്മാഭിഷേകവും പ്രാപിച്ചത് ഞാന് ഇതുപോലെ അമ്മ വയറ്റിൽ ഉണ്ടായിരുന്നപ്പോഴാണ്. എന്നാൽ ഞാൻ ജനിക്കുന്നത് 1993 ഓഗസ്റ്റ് 2 ഞാൻ ജനിച്ചപ്പോൾ
ഞാനൊരു നീല കളറിൽ, ഒരു ബ്ലൂയിഷ് കളറിലാണ് ഞാൻ ജനിച്ചത്. എന്താ കാരണം എന്ന് വെച്ചാൽ കോഡ് അറൗണ്ട് നെക്ക് എന്നൊരു ഇതായിരുന്നു, സിറ്റുവേഷൻ ആയിരുന്നു. അമ്മയുടെ അംബിളിക്കൽ കോഡ് എൻ്റെ കഴുത്തിന് ചുറ്റും മുറുകിയത് കൊണ്ട്. പക്ഷേ അന്നത്തെ മെഡിക്കൽ സയൻസിനനുസരിച്ച് അത് വേഗം തന്നെ മാറ്റുകയും മിനിറ്റുകൾക്കകം തന്നെ ശ്വാസം എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുകയും ദൈവം അവിടെ ശത്രു ജയിക്കാമായിരുന്നുവെങ്കിലും ആ സാഹചര്യത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ദൈവം എൻ്റെ ജീവനെ നിലനിർത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ അവസരത്തിൽ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ മരണകരമായ പല അവസ്ഥകൾ കടന്നു വന്നിട്ടുണ്ടാകാം. ആ മരണത്തിന് നിങ്ങളെ വിട്ടുകൊടുക്കാതിരുന്നതിന്റെ പിൻപിൽ ദൈവത്തിന് ചില വലിയ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലൊരു സംശയവുമില്ല. അങ്ങനെ ദൈവകൃപയിൽ തന്നെ വളർന്നാണ്, അല്ലെങ്കിൽ കാരണം പുതിയതായ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന മാതാപിതാക്കളായതുകൊണ്ട് അതിൻ്റെ ഒരു ആവേശവും ആർത്തിയും എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്നു, എന്നെ വളർത്തുമ്പോൾ ആരാധനയ്ക്ക് കടന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ പപ്പ, എൻ്റെ അച്ഛനാണ് ഞാൻ പപ്പയെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ തുടർച്ചയായി അച്ഛൻ എന്ന പദമായിരിക്കും ഉപയോഗിക്കുന്നത്. സ്തോത്രം. എൻ്റെ അച്ഛൻ എന്നെ എപ്പോഴും അച്ഛൻ്റെ മുൻപിലേ ഇരുത്തത്തുള്ളൂ. അപ്പോൾ അച്ഛന് മുട്ടയിലിരുന്നേ ആരാധിക്കത്തുള്ളൂ എന്ന് വെച്ചാൽ ആരാധന തുടങ്ങുന്ന നിമിഷം മുതൽ അവസാനിക്കുന്ന നിമിഷം വരെ മുട്ടയിലിരുന്ന് അച്ഛൻ ആരാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ എന്നെയും ഇരുത്തുമായിരുന്നു. അത് എത്ര എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ചെറിയ പ്രായം മുതലേ എന്നെ അങ്ങനെ ആയിരുന്നു. എന്നിട്ട് ഞാൻ അടുത്തേക്ക് നോക്കുമ്പോൾ മറ്റു പിള്ളേരൊക്കെ എന്തോ മുട്ടയിലിരിക്കാതെ കാല് ചമ്മറ വരുന്നൊക്കെ ഇരിക്കുമെങ്കിലും എൻ്റെ ഒരു ഇത് മാത്രം, അല്ലെങ്കിൽ എന്നോട് മാത്രം, ഞാൻ എന്നിട്ട് പലപ്പോഴും അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. അന്നേരം പറയും, നീ എൻ്റെ മകനാണ്, നീ ഇങ്ങനെ വേണം ഇരിക്കാൻ, ഇങ്ങനെ വേണം നീ ദൈവത്തെ ആരാധിക്കാൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ ഒരു പുതിയതായ വിശ്വാസത്തിലേക്ക് വന്ന, ആദ്യമായി ദൈവിക രക്ഷയെക്കുറിച്ച് അറിഞ്ഞ, ദൈവിക സന്തോഷത്തിൽ കടന്നു വന്ന ഒരു മാതാപിതാക്കളുടെ മകനായി എനിക്ക് വളരാൻ ദൈവം എന്നെ ഇടയാക്കി. എൻ്റെ 6ാം വയസ്സിൽ ഞങ്ങള് നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ വെക്കേഷൻ, അപ്പോൾ ഞാന് സൗദി അറേബ്യയിൽ തന്നെയായിരുന്നു ജനിച്ച് എൻ്റെ ജീവിതത്തിന്റെ അല്പകാലം അവിടെ തന്നെയായിരുന്നു, ബോൺ ആൻഡ് ബോട്ടപ്പ് ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ട്. അപ്പൊ എൻ്റെ 6ാമത്തെ വയസ്സിൽ ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് ഞങ്ങളുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ മാതൃദേശം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ മണിമല എന്ന സ്ഥലത്ത് കരിക്കാട്ടൂർ എന്നൊരു ചെറിയ പ്രദേശമാണ്, ഒരു കുഞ്ഞു പ്രദേശം. അപ്പോൾ അവിടെ ഞങ്ങളുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വീടിനകത്ത് അന്നേരം ടൈലിട്ടിട്ടില്ല, തേച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ആ സിമെന്റ് തറയിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കിടന്ന് കൊണ്ട് ഇരുന്നപ്പോൾ ഒരു ദിവസം രാവിലെ ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കരിക്കാട്ടൂറുള്ള എൻ്റെ മാതൃസഭ IPC താബോർ എന്ന് പറയുന്ന ദൈവസഭയാണ്. ആ മാതൃസഭയുടെ മുറ്റത്ത് അവിടെ ഒരു വരാന്തയുണ്ട്. ആ മുറ്റത്തിന്റെ ഒരു ഇതുപോലൊരു വരാന്തയുണ്ട്. ആ വരാന്തയിൽ ഞാൻ ഇരിക്കുന്നു. ആ വരാന്തയുടെ സൈഡിലായി ഒരു തെങ്ങ് വൃക്ഷം, ഒരു സ്തോത്രം, ഒരു തെങ്ങുണ്ട്. പക്ഷെ അന്നും ഇന്നും സത്യം പറഞ്ഞാൽ അവിടെ ഒരു തെങ്ങില്ല. പക്ഷെ എൻ്റെ ദർശനത്തിനകത്ത്, ഞാൻ കണ്ട സ്വപ്നത്തിനകത്ത് ഒരു തെങ്ങ് ഞാൻ കാണുവാനിടയായി. അങ്ങനെ ഞാൻ ആ വരാന്തയിലിരുന്ന് ഞാൻ ആ തെങ്ങിന്റെ തൊട്ടടുത്തായിട്ട് ഇരുന്നു കൊണ്ട് ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കാണുക. ആ തെങ്ങിൽ അനേക തേങ്ങകൾ കുലകുലയായി ഉണ്ട്. പെട്ടെന്ന് ഈ തേങ്ങാക്കുലകളെല്ലാം ഈ വരാന്തയിലേക്ക് വീണിട്ട് അത് ചിതറി മാറി മലയാളത്തിലൊരു എഴുത്ത് ഞാൻ ഇങ്ങനെ കാണുവാനിടയായി. ഈ സഭയോടുള്ള ബന്ധത്തിൽ നീ സ്നാനപ്പെടും. അങ്ങനൊരു എഴുത്ത് ഞാൻ കാണുവാൻ. അപ്പോ അതിനകത്തെ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് സൗദി അറേബ്യയിൽ 3ാം ക്ലാസ് മുതലാണ്, എന്ന് വെച്ചാൽ ഏകദേശം ഒരു കുട്ടിക്ക് 8 വയസ്സാകുമ്പോഴാണ്
മലയാളം ക്ലാസ്സുകൾ സ്കൂളിൽ എടുക്കാൻ തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് മലയാളം ക്ലിയർ ആയിട്ട് വായിക്കാൻ അറിയത്തില്ല. ആ സമയം എന്ന് വെച്ചാൽ എൻ്റെ 6 വയസ്സുള്ളപ്പോൾ സമയത്തെ കാര്യമാണ് ഞാൻ ഇപ്പോൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് മലയാളം ശരിക്കും വായിക്കാൻ അറിയില്ല. ഞാൻ മലയാളം സംസാരിക്കുമെങ്കിലും ആ സംസാരം കേൾക്കാൻ ഭയങ്കര കോമഡിയാണ്. സ്തോത്രം. അപ്പോ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ദർശനം കാണുന്നത്. അപ്പോ ഞാൻ ഈ സ്വപ്നം രാവിലെ 6 മണിക്ക് കണ്ട് നാട്ടിലെ പ്രകൃതി ആയതുകൊണ്ട് നമുക്കറിയാം, കോഴി കൂവുന്നതൊക്കെ നമ്മൾ കേൾക്കുകയും ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ഇത് അമ്മയുടെ അടുത്ത് പറയുകയും ചെയ്യുകയുണ്ടായി. അപ്പോ എൻ്റെ അമ്മയോടൊപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിൽ അന്നേരം ഉണ്ടായിരുന്ന ഒരു ആന്റി ഉണ്ടായിരുന്നു, മറിയാം ആന്റി. ഇപ്പോ ഞങ്ങളുടെ മാതൃസഭയിലെ വിശ്വാസിയാണ്. ആ മറിയാം ആന്റി ഇടയ്ക്ക് അമ്മ നാട്ടിൽ വരുമ്പോൾ സഹായത്തിനായി വരുമായിരുന്നു. എൻ്റെ ഈ ഒരു സ്വപ്നം കേട്ടിട്ട് ഞാൻ ഈ സ്വപ്നം വിവരിച്ചു പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മയെ ഞാൻ മലയാളത്തിൽ എഴുതിയ കാര്യം ഞാൻ വായിച്ചമ്മ. അപ്പൊ ഇത് കേട്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് എന്ത് പറയണം എന്നറിയത്തില്ലായിരുന്നുവെങ്കിലും മറിയാം ആന്റി ഉടനെ പറഞ്ഞു, മോനെ ഇതൊരു ദർശനമാണ്, മോനെ ഇത് വെച്ച് പ്രാർത്ഥിക്കണം, മോനെ ദർശനത്തിനുള്ള ഒരു കൃപാവരം ദൈവം തന്നിട്ടുണ്ട്, മോൻ ദർശനങ്ങളെ കാണുന്ന ഒരു കൃപാവരം ദൈവം തന്നിട്ടുണ്ട് എന്ന് അന്ന് മറിയാം ആന്റി പറയുവാനിടയായി. സ്തോത്രം. അപ്പോ ഞാൻ അന്ന് ഇത് മനസ്സിൽ സംഗ്രഹിച്ചു. എൻ്റെ കുട്ടിക്കാലം പിന്നീട് ഞങ്ങൾ സൗദി അറേബ്യയിലേക്ക് പോയി. എൻ്റെ കുട്ടിക്കാലത്തിലെ എൻ്റെ പ്രധാന വിനോദം എന്ന് പറയുന്നത് പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ അവിടെ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഫ്ലാറ്റിലാകുമ്പോൾ നമുക്കധികം കമ്മ്യൂണിക്കേഷനുള്ള ഒരു സ്കോപ്പോ ഒന്നുമില്ല. നമുക്ക് ബിൽഡിങ്ങിൽ അനേകം മലയാളികൾ ഉണ്ടെങ്കിൽ തന്നെയും അന്നത്തെ സൗദി അറേബ്യ എന്ന് വെച്ചാൽ 1999 ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ സൗദി അറേബ്യ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ റിലീജിയസ് ഫ്രീഡം ഇല്ലാത്ത ഒരു രാജ്യമാണ്. ഇപ്പോൾ ഏകദേശമൊക്കെ അയഞ്ഞു വരുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അന്ന് വളരെ ടഫായിരുന്നത് കൊണ്ട് ഞങ്ങൾക്കാണെങ്കിലും മലയാളികളുള്ള ബിൽഡിംഗ് ആണെങ്കിലും അധികം കളിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകാരുമായ ബിൽഡിങ്ങിലുള്ള കുട്ടികളുമായി കളിക്കാനോ എടുക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും അറബി നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നകരമാകുന്ന ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ എൻ്റെ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിനോദം എന്ന് പറഞ്ഞ ടീച്ചിങ് ആയിരുന്നു. ചേച്ചി പലപ്പോഴും എന്നെ സ്റ്റുഡൻ്റ് ആക്കി ഇരുത്തി അവള് പഠിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ ആക്ട് ഔട്ട് ചെയ്യുമായിരുന്നു. എന്നാൽ എനിക്ക് അവളുടെ കൂടെ കളിച്ചത് ആ ഒരു കളി അല്ലെങ്കിൽ ടീച്ചിങ് എന്നൊരു കളി കളിച്ചതിന് ശേഷം ഞാൻ മാറിപ്പോയിട്ട് ഞങ്ങളുടെ പ്രെയർ ഹാളിനകത്ത് കയറിയിരുന്ന ഒരു ചെറിയ റൂം പ്രെയറിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ റൂമിനകത്ത് കയറി ഒരു പാവ് വിരിച്ച് ഒരു ബൈബിള് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഒരു മീറ്റിംഗ് നടത്തുന്നത് പോലെ ഞാൻ ചെയ്യുമായിരുന്നു. സ്തോത്രം. അപ്പോ എന്തായിരുന്നു അന്ന് പ്രസംഗിച്ചതെന്നൊന്നും അറിയത്തില്ല. ആരുമില്ല, എനിക്ക് ഓഡിയൻസ് ആരുമില്ല. കുറെ ഫർണിച്ചറുകളും കാർപ്പറ്റുകളും അങ്ങനെ ഒരു എംപ്റ്റി സ്പേസ് ആണ്. ആ എംപ്റ്റി സ്പേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ വെക്കേഷനായിട്ട് നാട്ടിൽ വരുമ്പോഴും ഞങ്ങളുടെ വീടിനോട് ചേർന്ന് റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്. ആ റബ്ബർ തോട്ടത്തിൽ പോയി ഒരു ചുള്ളിക്കമ്പ് പിടിച്ചത് മൈക്കെന്ന രീതിയിൽ എടുത്തു വെച്ച് ഞാൻ പ്രസംഗിക്കുമായിരുന്നു. ഇത് ഞങ്ങളുടെ അന്നത്തെ പാസ്റ്റർ നോട്ട് ചെയ്യുമായിരുന്നു. അദ്ദേഹം പാസ്റ്റർ ജോർജ് കുരുവിള, അന്നത്തെ പാസ്റ്റർ. അദ്ദേഹത്തെ ജിജി പാസ്റ്റർ എന്നാണ് മല്ലപ്പള്ളി സെന്ററിൽ അദ്ദേഹം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇത് നോട്ട് ചെയ്യുകയും എന്നോട് പലപ്പോഴും പറയും, നിന്നിലൊരു പ്രാസംഗികൻ ഒളിഞ്ഞു കിടപ്പുണ്ട്, നിന്നിലൊരു ശുശ്രൂഷകൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്നിട്ട് ചിലപ്പോഴൊക്കെ പറയും, ഈ ഞായറാഴ്ച ജോയല് നമുക്ക് മെസ്സേജ് തരും എന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും അത് എന്നിലെ ആ ഒരു സ്പിരിറ്റിനെ വളർത്തുവാൻ വേണ്ടി പാസ്റ്റർ പറയുന്നതായിരുന്നു ആ വാക്കുകൾ. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മറിയാം ആന്റിയുടെ മൂത്ത മകൻ സുനിൽ പാസ്റ്റർ, അദ്ദേഹം ഇപ്പോൾ കോട്ടയം സെന്ററിൽ കുമാരനെല്ലൂരിലുള്ള IPC സഭയിൽ ശുശ്രൂഷിക്കുന്ന അദ്ദേഹം ആ സമയത്ത് ബൈബിൾ കോളേജ് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും അവിടെ പരസ്യയോഗങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ റബ്ബർ തോട്ടം
റബ്ബർ വെട്ടിപ്പോയപ്പോൾ അവിടെ കൺവെൻഷൻ, ആ റബ്ബർ തോട്ടത്തിൽ വെച്ച് കൺവെൻഷൻ നടത്തുവാനിടയായി. ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വെച്ച് കൺവെൻഷൻ നടത്തുവാനിടയായി. ഈ സന്ദർഭങ്ങളിലെല്ലാം എന്നെ ഒരു കൂട്ടു ശുശ്രൂഷകനെ പോലെ ഓർത്തോണം. എനിക്ക് ഒരു ചെറിയ പ്രായം, 10 വയസ്സിന് താഴെ അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നെ സ്റ്റേജിൽ കയറ്റുകയും എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയും പരസ്യയോഗത്തിനുള്ള അനൗൺസ്മെന്റ്, നമ്മുടെ കൺവെൻഷനുള്ള നോട്ടീസ് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യാൻ നേരം എന്നെയും കൂടെ കൂട്ടിക്കിട്ടു. ഇന്ന് അങ്ങനത്തെ പ്രവണതകളില്ല. മൈക്ക് വെച്ച് കെട്ടി ജീപ്പിലൂടെ കൺവെൻഷൻ ഇന്ന തീയതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ആ ഒരു പ്രവണത ഇന്ന് നാട്ടിൽ കാണാറില്ലെങ്കിലും അന്ന് അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുവാൻ കൂടെ കൂട്ടിയിരുത്തി കർത്തൃദാസൻ എന്നെ കൊണ്ടുപോകുമായിരുന്നു, സുനിൽ പാസ്റ്റർ. സ്തോത്രം. അങ്ങനെ എന്റെ ചെറുപ്രായത്തിൽ വെക്കേഷന് വരുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോരോ എക്സ്പീരിയൻസസ് എനിക്ക് ഉണ്ടാക്കാറുള്ളത്. എന്റെ 10ാമത്തെ വയസ്സിൽ സൗദി അറേബ്യയിൽ അന്ന് അത്രയും ടൈറ്റ് കണ്ടീഷൻ ആയിരുന്നെങ്കിൽ പോലും ഏകദേശം 50 പിള്ളേർ കൂടുന്ന ഒരു സൺഡേ സ്കൂൾ എൻ്റെ മാതാവും പിതാവും നടത്തുന്നുണ്ടായിരുന്നു. അപ്പോ ആ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വെച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതിന്റെ ആവശ്യകതയെ മനസ്സിലാക്കുവാനും യേശുവിനായി ജീവിതം സമർപ്പിപ്പാനും ദൈവം എന്നെ ഇടയാക്കി. അന്നു മുതലുള്ള വലിയ ആഗ്രഹമായിരുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പോ ഞങ്ങളുടെ സൗദി അറേബ്യയിൽ ഒരുപാട് ഗസ്റ്റ് പാസ്റ്റർമാർ വരും. അപ്പൊ ഈ ഗസ്റ്റ് പാസ്റ്റർമാരെല്ലാവരും അവർ പറയുന്ന ചില സാക്ഷ്യങ്ങൾക്കകത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവർ പറയുമ്പോൾ ഞാനൊക്കെ വണ്ടർ അടിച്ചിരുന്നിട്ടുണ്ട്. കാരണം ഇത് നടക്കുമോ, ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് വളരെ ഇത് സംശയത്തോടെയും എന്നാൽ ആശ്ചര്യത്തോടെ തന്നെ, ആ നിമിഷം തന്നെ ആശ്ചര്യത്തോടെ തന്നെ ഇരുന്ന പല മൊമെന്റുകൾ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ഒരു തീരുമാനമെടുത്തു, ഇനി പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, എന്ത് വില കൊടുത്തും ഒരു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അങ്ങനെ ഞങ്ങള് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്കൊരു 10-11 വയസ്സെങ്ങാണ്ടുണ്ടായിരിക്കും. ഞങ്ങൾ അന്നാണ് ഉപവാസം എടുക്കുന്നത്. ഞങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു നിങ്ങൾക്ക് ഉപവാസം എടുക്കാൻ പ്രായമായിട്ടില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു ഉപവാസം എടുത്താൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞെടുക്കുവാനിടയായി. ഇന്നത്തെ മാതാപിതാക്കളോട് ഇത് ഒരു ദൂതെന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഇതിനനുസരിച്ച് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഉപവാസം ഇരിക്കാൻ കുറഞ്ഞത് വെള്ളിയാഴ്ച പകലെങ്കിലും നിങ്ങളുടെ പൈതലിനെ ഉപവാസത്തോട് സ്കൂളിൽ പോകുമ്പോഴല്ല അവർ വീട്ടിലുള്ളപ്പോൾ അവർ അവധി ദിവസമാണെങ്കിൽ അവര് വെള്ളിയാഴ്ച ദിവസം ഉപവാസത്തിനായി നിങ്ങൾ എത്രത്തോളം പ്രേരിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു അഡൽട്ട് ചെയ്യുന്നത് പോലത്തെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നമ്മുടെ ചൈൽഡുമായിട്ട് എൻഗേജ് ചെയ്യാത്തതാണ് ഇന്നത്തെ നമ്മുടെ ജനറേഷൻ, ഈ യൂത്ത് ജനറേഷൻ തകർന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ആ കാര്യത്തിൽ. എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇന്നത്തെ കാലത്ത് സ്ട്രിക്റ്റ് ആയിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യമുണ്ട്. കാരണം എന്നെ ദൈവം ഈ ഒരു വഴിക്ക് മെനഞ്ഞെടുത്തത് അവരുടെ സ്ട്രിക്റ്റ്നെസ്സിലൂടെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ആത്മീക കാര്യങ്ങൾ ഒരിക്കലും സ്ട്രിക്റ്റ് ആയാൽ നിങ്ങളുടെ മക്കളും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഇടയായിത്തീരും. ഇത് ഒരു 10-50 വയസ്സുള്ള ഒരാളല്ല പറയുന്നത്, വെറും 31 വയസ്സുള്ള ഒരു യൗവനക്കാരനാണ് നിങ്ങളുടെ കാര്യം പറയുന്നത്. സ്തോത്രം. ഞാൻ തുടർന്ന് മുൻപോട്ട് പോകട്ടെ. അപ്പോ പരിശുദ്ധാത്മാവ് പ്രാപിക്കാനുള്ള വലിയ വാഞ്ച ഞാൻ ചേച്ചിയും ഒരുപോലാണ് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചതെങ്കിലും ആദ്യം പരിശുദ്ധാത്മാവ് കിട്ടിയ ചേച്ചിക്ക്. അപ്പോ ചേച്ചി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുന്നത് കണ്ടപ്പോ എനിക്കൊന്ന് ഭയങ്കര കരച്ചിൽ വന്നു. എനിക്ക് കിട്ടുന്നില്ലല്ലോ, എനിക്കെന്താ ഇത് കിട്ടാത്തത് എന്ന് പറഞ്ഞ് അന്നത്തെ മീറ്റിംഗും തീർന്നു. അന്നത്തെ മീറ്റിംഗ് ഞാൻ ഓടിപ്പോയി, ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ന് പ്രാർത്ഥന. അതാണ് മറ്റൊരു രസകരമായ കാര്യം. ഞാൻ ഓടിപ്പോയി കരഞ്ഞ്, ഞാൻ റൂമിനകത്ത് കരഞ്ഞ്, ഞാൻ കഴിക്കത്തില്ല കുടിക്കത്തില്ല എന്ന് പറഞ്ഞ ആ തരത്തിലുള്ള ഒരു കൊച്ചു പൈതൽ കാണിക്കുന്ന അതേ വാശിയോടെ കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്ന് പറഞ്ഞ് എന്നാൽ അധികം താമസിക്കുന്നതിന് മുൻപായി എന്റെ 12ാം വയസ്സിൽ
പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറയുവാനും ദൈവം എന്നെ ഇടയാക്കി. അപ്പോ ആ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് എന്റെ ചേച്ചിക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശേഷമാണ് അവിടെ വെച്ച് തന്നെ എന്റെ ചേച്ചിയുടെ 13-ാമത്തെ വയസ്സിൽ ചേച്ചി അവിടെ സ്നാനപ്പെടുവാനിടയായി. അവിടെ വെച്ച് തന്നെ, സൗദി അറേബ്യയിൽ വെച്ച് തന്നെ. അതുമൊക്കെ രഹസ്യമായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യാറുള്ളത് അന്ന്. അപ്പോ അത് കണ്ട സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു എനിക്കും സ്നാനപ്പെടണം. കാരണം ഞാനും പരിശുദ്ധാത്മാവിനെ ഞാനും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, ഞാനും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പൊ ഇനി എനിക്ക് സ്നാനപ്പെടുന്നതിന് എന്താ തടസ്സം? സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ സഭയിൽ സാക്ഷ്യം പറഞ്ഞപ്പോ, അന്ന് സഭയിൽ നേതൃത്വം നടത്തിയ അവിടെ പാസ്റ്റർമാരില്ല, അവിടെ സഹോദരന്മാര് ആണ് കൂടുതലായിട്ടും. നമുക്കൊരു പാസ്റ്ററിനെ വെച്ച് അവിടെ എംപ്ലോയ് ചെയ്യാനുള്ള സാഹചര്യം അന്നുമില്ല, ഇപ്പോഴുമില്ല. അപ്പോ കൂടുതലും അവിടെ ജോലി ചെയ്യുന്ന സഹോദരന്മാർ തന്നെ വചനത്തിൽ നല്ല പാണ്ഡിത്യമുള്ള സഹോദരന്മാര് ആയിരിക്കും അവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജേക്കബ് മത്തായി എന്ന് പറയുന്ന കർത്തൃദാസൻ എന്നോട് പറഞ്ഞു, മോനെ നിനക്ക് സമയമായിട്ടില്ല. ഞാൻ എന്നോട് പറയുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, പിന്നെ എനിക്ക് സ്നാനപ്പെടുന്നുണ്ട്. പക്ഷെ എന്നോട് എപ്പോഴും ആ കർത്തൃദാസൻ പറയുന്നത്, മോനെ നിനക്ക് നീ കുറച്ചുകൂടെ വചനം പഠിക്കണം, നീ കുറച്ചുകൂടെ വചനത്തിൽ ഉറക്കണം, എന്നാലേ നിനക്ക് ആ ഒരു നിലവാരത്തിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, 6-ാം വയസ്സിൽ ഞാൻ കണ്ട ഒരു ദർശനമുണ്ട്. somehow or anyhow, God will work his purposes in a very different way. വചനം പറയുന്നതിനനുസരിച്ച് സ്തോത്രം രക്ഷിക്കപ്പെട്ടാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാൽ ഉടനെ സ്നാനം കഴിക്കണമെന്നാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു കാര്യങ്ങൾ. സ്തോത്രം. അപ്പോൾ ആ പാസ്റ്ററിലൂടെ അങ്ങനെ പറയുവാനിടയായി. എന്നാൽ എൻ്റെ 13-ാം വയസ്സിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ എൻ്റെ അമ്മ അവിടെ നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഫാദർ ഒരു പ്ലാസ്റ്റിക് കമ്പനിയിലെ ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ എൻ്റെ അമ്മയുടെ ജോലി പോകുവാനിടയായി. എൻ്റെ അമ്മയ്ക്ക് ഹെൽത്തിൽ അല്പമായ പ്രോബ്ലം സംഭവിച്ചു. മഞ്ഞപ്പിത്തത്തിൻ്റെതായ ചില എഫക്ട്സ് അവിടെ കാണുവാനിടയായി. അതിനോടുള്ള ബന്ധത്തിൽ നാട്ടിൽ കടന്നു വരുവാനിടയായി. അപ്പോ നിങ്ങള് എൻ്റെ സാഹചര്യം ഞാൻ അന്നേരം പറഞ്ഞു തരാം. യാതൊരു സോഷ്യൽ ഇന്ററാക്ഷൻസ് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം സൗദി അറേബ്യൻ ഫ്ലാറ്റിൽ ഇങ്ങനെ നമ്മൾ കഴിയുമ്പോൾ സോഷ്യൽ ഇന്ററാക്ഷൻസ് വളരെ മിനിമലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇൻട്രോവേർട്ട് എന്ന രീതിയിലാണ് ഞാൻ വളർന്നു വരുന്നത്. ഒരു വ്യക്തിയുമായിട്ട് എങ്ങനെ സംസാരിക്കണമെന്നോ, അല്ലെങ്കിൽ സംസാരിച്ചാൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്നോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടൻ നാട്ടിൽ വന്ന ഇങ്ങനെ ഇരിക്കും. സ്തോത്രം. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നാട്ടിലേക്ക് കടന്നു വരുന്നത്. കാരണം എൻ്റെ അമ്മയുടെ ജോലി അവിടെ നഷ്ടപ്പെട്ടത് കൊണ്ട് അവരുടെ 2 പേരുടെയും വരുമാനം വേണമായിരുന്നു ഞങ്ങൾക്ക് കുടുംബമായി അവിടെ താമസിക്കാൻ. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതെ വരുമ്പോൾ നാട്ടിൽ കടന്നു വരിക അല്ലാണ്ട് മറ്റൊരു മാർഗം അന്നില്ലാതിരുന്നത് കൊണ്ട് നാട്ടിലേക്ക് കടന്നു വരുവാനിടയായി. പെട്ടെന്ന് എൻ്റെ ഏറ്റവും ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു ആൺ പൈതലിന് എപ്പോഴും ഒരു പിതാവിന്റെ സാമീപ്യം വേണം. കാരണം ഒരു പിതാവിൽ നിന്നാണ്, ഒരു പുരുഷനിൽ നിന്നാണ് ഒരു ആൺ പൈതൽ ചിലത് പഠിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് എൻ്റെ ഫാദറിൽ നിന്നും എൻ്റെ അച്ഛനിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. സഡൻ ആയിട്ട് എൻ്റെ മനസ്സിൽ വന്നൊരു തോട്ട് ഇതാണ്, ഇനിയും എനിക്ക് ആരുമില്ലല്ലോ. ഒരു 13 വയസ്സുകാരന്റെ ആ ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഇനി എനിക്ക് ആരുമില്ലല്ലോ. കാരണം അതുവരെയും എൻ്റെ പല കാര്യങ്ങൾക്ക് എന്നെ സഹായിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള എൻ്റെ ഫാദർ ആയിരുന്നു. കാരണം അങ്ങനെ ഒരു റിലേഷൻ ആയിരുന്നു. അപ്പോൾ ഇനി എനിക്ക് ആരുമില്ല. സ്കൂളിൽ എന്തെങ്കിലും ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ സൗദി അറേബ്യയിലായിരുന്നപ്പോൾ എനിക്കൊരിക്കലും ന്യൂമോണിയ വന്നിരുന്നു. ആ ന്യൂമോണിയ വന്നത് എൻ്റെ ഫൈനൽ എക്സാംസിന്റെ സമയത്തുമായിരുന്നു. അപ്പോൾ എനിക്ക് എക്സാമിന് പോകാൻ നേരം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 3 മണിക്കൂറും എക്സ്ട്രാ ടൈമും കൂടെ, കാരണം സൂപ്പർവൈസറിന്റെ അടുത്ത് പോയി സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് എക്സ്ട്രാ ടൈമും കൂടെ ഇരിക്കാനുള്ള
പെർമിഷനും വാങ്ങിച്ച് ഏകദേശം 3.5 മണിക്കൂർ, ആ 3.5 മണിക്കൂറും എൻ്റെ ഫാദർ പുറത്ത് ഞാൻ എഴുതുന്നോ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി നിന്ന അനുഭവം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ ജോലിക്ക് പോകാതെ വെയിറ്റ് ചെയ്തു എൻ്റെ ഫാദർ അവിടെ. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഇനിയും സ്കൂളിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ എനിക്ക് ആര് സപ്പോർട്ട് ഉണ്ടാകും എന്ന് ചിന്തിച്ച്, ഒന്നാമത് സോഷ്യൽ ഇന്ററാക്ഷൻസ് വളരെ മിനിമലായ ഒരു വ്യക്തി പെട്ടെന്ന് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഹോൾഡ് പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, ആ ഒരു പ്രഷർ മൂലം എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ വീക്ക്നെസ് ആണ് ആങ്കർ, ദേഷ്യം, കോപം. എനിക്ക് ഭയങ്കര കോപം ഉണ്ടാകുന്ന വെച്ചാല് എല്ലാ വീടുകളിലും ഉള്ളതാണ് സിബ്ലിങ്സ് തമ്മിൽ വഴക്കുണ്ടാക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ ചേച്ചിയുമായി വഴക്കുണ്ടാക്കിയ ചേച്ചിയുടെ കൊങ്ങയ്ക്ക് പിടിക്കുകയും ഞെക്കുകയും ഞെരിക്കുകയും ഒക്കെ ചെയ്യുന്ന അത്ര തരത്തിലുള്ള കോപം എന്നിൽ ഉണ്ടാകാനിടയായി. അതാ ഞാൻ പറഞ്ഞത്, ഇത് കുറച്ചുകൂടെ യൂത്ത്സിനായിരിക്കാം റിലേറ്റ് ആകുന്നത് എൻ്റെ സാക്ഷി. അപ്പോൾ എനിക്ക് ഭയങ്കര കോപം അവിടെ ഉണ്ടാകാനിടയായി. എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ പേരൻസിന്റെ കൂടെയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഒരു കുറച്ചു കാലം നിന്നത്. എൻ്റെ ഗ്രാൻഡ് പേരൻസിനോട് പോലും ഞാൻ ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുള്ളിയും ഭയങ്കര ദേഷ്യത്തോടെയുമായിരുന്നു ഞാൻ പെരുമാറിക്കൊണ്ടിരുന്നത്. ഞാൻ അപ്പച്ചനുമായിട്ട് ആകെ സംസാരിക്കുന്ന നിമിഷം ക്രിക്കറ്റ് കളി കാണുമ്പോഴാണ്. കാരണം ക്രിക്കറ്റ് കളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളി കാണാൻ നേരം മാത്രമേ ഞാൻ എൻ്റെ അപ്പച്ചനായിട്ട് ബന്ധത്തുള്ളൂ. ബാക്കി സമയങ്ങളൊക്കെ വളരെ ദേഷ്യത്തോടെയും ഡിസ്റെസ്പെക്റ്റോടെയും മാത്രമേ ഞാൻ എൻ്റെ അപ്പച്ചനെ അമ്മച്ചിയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനായി കണ്ടെത്തി കുറെ ന്യായീകരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് എന്നോട് സ്നേഹമില്ല, അവരെന്നെ കരുതുന്നില്ല, അവർക്ക് ചേച്ചിയോടാണ് കൂടുതൽ സ്നേഹം. ഞാനിത് പറയുന്നതിന്റെ പിന്നത്തെ കാരണം ചേച്ചി ഉണ്ടായതിനു ശേഷം, എൻ്റെ പേരൻസിന് ചേച്ചി ഉണ്ടായതിനു ശേഷം ചേച്ചിയുടെ 2 വയസ്സ് വരെ ചേച്ചി ഈ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ നിന്നാണ് വളർന്നത്. അവര് സൗദി അറേബ്യ, എൻ്റെ പേരൻസ് സൗദി അറേബ്യയിലും ചേച്ചി നാട്ടിൽ നിന്ന് വളർന്നുകൊണ്ട് എനിക്ക് പലപ്പോഴും അവര് കൂടുതൽ സ്നേഹം ചേച്ചിയോട് കാണിക്കുന്നു എന്നൊരു പെർസെപ്ഷനും കൂടെ എൻ്റെ മനസ്സിൽ വന്നു. എനിക്ക് സപ്പോർട്ട് ഇല്ലാണ്ടായി, ഒരു ഫാദർ ഫിഗർ ഇല്ലാണ്ടായി, മിക്ക സ്നേഹവും അല്ലെങ്കിൽ ചേച്ചിക്ക് പോകുന്നു എന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ ടോട്ടലി ഡിസ്റ്റർബ്ഡായി. എൻ്റെ ഇമോഷൻസ് ബേസ്റ്റ് ഔട്ടായി. ആങ്കർ എൻ്റെ ജീവിതത്തിൽ വളരെ സർവ്വസാധാരണമായി. അപ്പോ അങ്ങനെ ഇരിക്കെ ചെയ്താണ് സ്കൂളിൽ എനിക്ക്, നാട്ടിലെ സ്കൂളിൽ എനിക്ക് അഡ്മിഷനും കൂടെ കിട്ടി. പക്ഷേ ആ അഡ്മിഷൻ സമയത്തും അതുവരെയും ഞാൻ സൗദി അറേബ്യയിലായിരുന്നപ്പോൾ ഞാൻ പഠിച്ചത് ബോയ്സ് സ്കൂളിൽ. അവിടെ മിക്സഡ് സ്കൂളില്ല സൗദി അറേബ്യയിൽ, അപ്പോൾ ബോയ്സ് സ്കൂളിലാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയോട് എങ്ങനെ സംസാരിക്കണം എന്നത് പോലും എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. ഞാൻ ചെന്ന് ചേർന്നത് ഒരു മിക്സഡ് സ്കൂളിലാണെങ്കിൽ. അപ്പോ എനിക്കാണെങ്കിൽ എങ്ങനെ ഗേൾസിനോട് മിണ്ട്, നമുക്കൊരു ബുദ്ധിമുട്ടാണ്, നമുക്കൊരു പ്രയാസം, എങ്ങനെ മിണ്ട്, ഇവരുമായിട്ട് എങ്ങനെ ഇടപെടും. അപ്പോ ഞാൻ കണ്ടെത്തിയൊരു സൊല്യൂഷൻ എന്തെന്ന് വെച്ചാല്, ഏത് പ്രശ്നത്തിൽ നിന്നും പുറത്തിറങ്ങാനായിട്ട് ഇറ്റ് ഈസ് ഈസിയർ ടു ബി ആങ്കേർഡ്. നന്നായിട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനകത്തും സൊല്യൂഷൻ കിട്ടും എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ എത്താനിടയായി. ആക്ച്വലി അതെന്റെ മന്ത്ര പോലെ ഇന്നത്തെ ആൾക്കാരൊക്കെ പറയുന്ന പോലെ കീപ് ദിസ് ആസ് യുവർ സക്സസ് മന്ത്ര എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ ഒരു സക്സസ് മന്ത്ര അന്നത്തെ സമയത്ത് ദേഷ്യപ്പെട്ടാൽ ഏത് പ്രശ്നവും പരിഹരിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസ്സിലാണേലും ദേഷ്യപ്പെടും. എനിക്ക് ആണെങ്കിൽ എൻ്റെ ഈ ഒരു ഒന്നാമത് ഞാൻ സോഷ്യലി ഇന്ററാക്ട് ചെയ്യാറില്ല. ഞാൻ എന്ത് കാര്യത്തിനും ദേഷ്യപ്പെടും. എനിക്ക് കോമഡി പറയാൻ അറിയത്തില്ല. ഈ നാട്ടിലെ എല്ലാ പിള്ളേരും ഭയങ്കരമായിട്ട് കോമഡി പറയും. അവർക്ക് എല്ലാം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും നന്നായിട്ട് തമാശ പറയും. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ എനിക്ക് കോമഡി അടിക്കാൻ അറിയില്ല, എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ അവിടെ ലെഫ്റ്റ് ഔട്ട് ആയിട്ട് നിൽക്കുക. എന്നുവെച്ചാൽ ഞാൻ ആ ക്ലാസ്സിൽ ഒറ്റപ്പെട്ട് പോയതുപോലെ ഇരിക്കുക. ഇവരുമായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിവതും നോക്കുന്നുണ്ട്, എൻ്റെ മാക്സിമം അവിടെ പരിശ്രമിക്കുന്നുണ്ട് മിങ്കിൾ ചെയ്യാനായിട്ട്. പക്ഷെ ആ മിങ്കിൾ ചെയ്തതിന്റെ ഫലമായി മറ്റൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ വരാനിടയായി. എൻ്റെ കൂട്ടുകാര് എന്നെ ഒരു ഫീൽഡിലേക്ക് പരിചയപ്പെടുത്തി. ഞാൻ ഫോൺ അഡിക്റ്റ് ആയിട്ട്. കാരണം
അവരുമായിട്ട് എങ്ങനെയും മിങ്കിൾ ചെയ്യണം, അവരുമായിട്ടൊരു നല്ല റിലേഷൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവരെ ഫാന്റസൈസ് ചെയ്യുന്ന, അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഇതായിരുന്നു. സോ അത് കൂടുതൽ അറിയാൻ, അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഉള്ളൊരു വ്യഗ്രത എനിക്കുണ്ടായി. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണുകളൊന്നുമില്ല, ഇന്റർനെറ്റ് കഫേകൾ ആയിരുന്നു അന്നത്തെ. ഞാൻ സ്കൂള് കഴിഞ്ഞിട്ട് കുറെ സമയം ഇന്റർനെറ്റ് കഫേയിൽ പ്രോജക്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു പോയി അമ്മയോട് കള്ളം പറഞ്ഞ് ഇന്റർനെറ്റ് കഫേയിൽ പോയിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എന്ന് വെച്ചാൽ ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് വരെ പ്രാപിച്ച ഒരു വ്യക്തി ഇത്രയും താഴ്ന്നു വീഴുമോ എന്ന് ചോദിച്ചാൽ യൗവനക്കാരെ വീഴാൻ സാധ്യതയുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാട്ടുകാരൻ ഇങ്ങനെയാ പാടുന്നത്: വീണു ഞാൻ പല തവണയായി, ഓടി ഞാൻ നിൻ പാതെ വിട്ട് എന്നുള്ള ഒരു വേദഭാഗം, ഒരു പാട്ടിന്റെ ഭാഗം. കർത്താവിന്റെ ദാസൻ മാത്യു ടി ജോൺ ആണ് ആ പാട്ട് പാടിയത്. ഞാൻ അതിന്റെ പാട്ടായിട്ട് പാടുന്നില്ല, അതിന് നമുക്ക് സമയം വിട്ട് തികയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനത് പാട്ടായി പാടുന്നില്ല. വീണു ഞാൻ പല തവണയാ, ഓടി ഞാൻ നിൻരാജേ നിന്ന്, പാപം എന്നിൽ പെരുകി നിൻരാജേ നിന്ന്, എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ, ഉമ്മതം നാണച്ചു നീ, നന്മകൾ വർഷിപ്പിച്ചു. ഇതാണ് ആ പാട്ടിന്റെ ശകലം. അപ്പോ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ, എല്ലാ യുവാക്കളോട് പ്രത്യേകിച്ച് ഞാൻ പറയുക, എല്ലാവർക്കും തകർച്ചയുണ്ടാവും. ദർ വിൽ ബി ലോവസ്റ്റ് പോയിന്റ്സ് ഇൻ യുവർ ലൈഫ്. പക്ഷെ ആ ലോവസ്റ്റ് പോയിന്റ്സിലും നമ്മളെ സ്നേഹിപ്പാൻ കഴിയുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. അത് നമ്മുടെ പപ്പയോ മമ്മയോ യേശുവാണ്. ആ യേശുവിന്റെ സ്നേഹമാണ് ഇന്നും എന്നെ നിലനിർത്തിയത്. ഞാനൊരു ലിവിങ് വിറ്റ്നസ് ആണ് അതിന്റെ. പ്രൈസ് ലോർഡ്. ഞാൻ തുടർന്ന് മുൻപോട്ട് പോവുക. അപ്പോ എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കാതെ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഒരച്ഛനായിരുന്നു ഞങ്ങളുടെ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ. ഓർത്തഡോക്സ് നല്ലൊരു വൈദികനായിരുന്നു അദ്ദേഹം എന്നെ റൂമിൽ കൊണ്ടുപോയി എന്നെ കൗൺസിൽ ചെയ്തു. അദ്ദേഹം എന്നിൽ കണ്ടെത്തിയ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടായി. ആങ്സൈറ്റി ഡിസോർഡർ സൈക്കോളജിക്കൽ കണ്ടീഷനുകൾ ഒരു കണ്ടീഷനാണ് ആങ്സൈറ്റി ഡിസോർഡർ. എന്ന് വെച്ചാൽ ഇനി എന്താകും എന്നുള്ള ടെൻഷൻ കൊണ്ട്, എനിക്കാരുമില്ലല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ കൊണ്ട് പെട്ടെന്നുണ്ടായ ആ ഒരു അനുഭവമാണ്. എന്നാൽ ഈ ദേഷ്യമുള്ളപ്പോൾ തന്നെയും ഞാൻ മറ്റൊരു ലൈനിലേക്ക് പോയത് കൊണ്ടും എനിക്ക് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എക്സാമിന്റെ തലേ ദിവസം വരെയും ഞാൻ പഠിക്കാതെ ഇരിക്കും. എന്നിട്ട് അവസാന നിമിഷം ചേച്ചിയാണ് എന്നെ പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. തുല്യ സൂക്ഷ്മമൊക്കെ ജയിക്കുമായിരുന്നു. 8ാം ക്ലാസ്സിൽ എങ്ങനെയുമാണ് ജയിച്ചത്. 9ാം ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ 3 വിഷയത്തിന് തോൽക്കുവാനിടയായി. ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ പറഞ്ഞു, 3 വിഷയം തോറ്റ ഒരാളെ 10ാം ക്ലാസ്സിൽ 100% വിജയം കിട്ടുന്ന ഒരു സ്കൂളിൽ പിന്നെയും ഇരുത്തി പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുവാനിടയായി. എന്നാൽ ചുരുക്കി പറഞ്ഞാല് എൻ്റെ അമ്മ അവരുടെ കാല് പിടിച്ചെന്നൊക്കെ പറയും. ഞാൻ കാരണം എൻ്റെ അമ്മ അത്രയും താണു പോകേണ്ട ഒരു അനുഭവം ലൈഫിലുണ്ടായി. അതുപോലെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, പ്രിൻസിപ്പൽ പറഞ്ഞു, ഓക്കെ ഒരു കാര്യം ചെയ്യാം, റീടെസ്റ്റ് നടത്താം. അങ്ങനെ റീടെസ്റ്റിന് വേണ്ടി
ഞാനിരുന്ന് പഠിച്ചു. ഏതായാലും പ്രീ ടെസ്റ്റ് പാസ്സായി. 10ാം ക്ലാസ്സിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്യുവാനിടയായി. പക്ഷേ 10ാം ക്ലാസ്സിൽ ആദ്യത്തെ ഒരു ടേം, ആദ്യത്തെ ഒരു 3 മാസം ഞാൻ ഭയങ്കര വാശിയോടൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. പക്ഷെ പിന്നീടും ഉഴപ്പാൻ തുടങ്ങി. ഞാൻ പിന്നെയും കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ആ ഒരു പ്രത്യേക ലൈനിലുള്ള ആ ഒരു കൂട്ടുകെട്ട്, ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം കൂട്ടുകൂടുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഞാൻ പോയത് കൊണ്ട് ആ സ്കൂളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ മാർക്ക് ജയിച്ചു എങ്കിലും ഏറ്റവും കുറഞ്ഞ മാർക്ക് വാങ്ങിച്ച ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഫാദറിന് ഭയങ്കര താല്പര്യമായിരുന്നു എന്നെ ഒരു എഞ്ചിനീയർ ആക്കാൻ എന്നുള്ളത്. പക്ഷെ കുറഞ്ഞ മാർക്ക് കിട്ടി. ഞാൻ CBSE പഠിച്ചത്. എനിക്ക് ആവറേജ് ടോട്ടൽ എനിക്ക് 66% മാർക്കേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്കൂള് മല്ലപ്പള്ളിയിലുള്ള മാർഡനീഷ്യസ് സ്കൂൾ എന്ന് പറയുന്നത് നല്ല നിലവാരത്തിലുള്ള ഒരു സ്കൂളാണ്. നല്ല മാർക്കുകൾ സ്കോർ ചെയ്യുന്ന പിള്ളേർ പഠിക്കുന്ന സ്കൂളിലാണ്. ആ സ്കൂളിൽ വെച്ചാണ് 66 മാർക്ക് ഞാൻ വാങ്ങിക്കുന്നതും. അത് സ്കൂളിനെ തന്നെ ഒരു ഡിസ്ഗ്രേസ് എന്നത് പോലെ ആയിത്തീരും. ഞാൻ മാത്രമായിരുന്നില്ല, അനേകം വ്യക്തികൾ വേറെയും കുറഞ്ഞ മാർക്ക് വാങ്ങിച്ചവരുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് എന്നെ കാണുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് they were seeing a disgrace. അവർക്കൊരു ഇവനെ ഇവിടെ പഠിപ്പിച്ചല്ലോ എന്നൊരു ഒരു തോന്നൽ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അങ്ങനെ പക്ഷെ എനിക്ക് ഭയങ്കര താല്പര്യം വരുന്ന കൊമേഴ്സിന് പോകണം എന്നുള്ളത്. അപ്പോ എൻ്റെ പിതാവിന് പക്ഷെ എൻ്റെ അച്ഛന് അത് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ പക്ഷേ കൊമേഴ്സിന് ചേരുവാനിടയായി. കൊമേഴ്സിന് ചേർന്ന് പക്ഷെ ഈ സംഭവത്തോടു കൂടെ ഈ ഒരു 10ാം ക്ലാസ്സിൽ എനിക്കുണ്ടായ കുറഞ്ഞ മാർക്കുകൾ കൊണ്ട് ഞാൻ ഒന്നല്പം ഒതുങ്ങുവാനിടയായി. ചിലപ്പോൾ ചില തോൽവികളിൽ നിന്ന് പോലും ദൈവത്തിന് നമ്മളെ ഒന്ന് ചെത്തി വെടിപ്പാക്കാനായിട്ട് സാധിക്കും. അപ്പോ ഞാൻ +1 കൊമേഴ്സിലേക്ക് കയറി. കൊമേഴ്സ് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര പ്രിയമായി തോന്നുന്നത്. ഇതിലും ഒരു സംഭവം ഉണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയി. 11ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടി പ്രിൻസിപ്പലിന്റെ അടുത്ത് ചെന്നപ്പോൾ, ഞാൻ പഠിച്ച മാർഡനീഷ്യസ് സ്കൂളിൽ തന്നെ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത്, ജോയലിനെ സംബന്ധിച്ച് കണക്ക് വിഷയങ്ങൾ വളരെ പാടായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ജോയൽ കൊമേഴ്സ് എടുത്താൽ പോലും അക്കൗണ്ടൻസി എങ്ങനെ ജോയലിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നതിൽ എനിക്ക് ആശങ്കയുണ്ട് എന്ന പ്രിൻസിപ്പൽ പറയുവാനിടയായി. അതുകൊണ്ട് ആദ്യത്തെ ടേം നോക്കി, ആദ്യത്തെ ടേമിലെ ജോയലിന് അക്കൗണ്ടൻസിക്ക് മാർക്കില്ലെങ്കിൽ അക്കൗണ്ടൻസി എന്ന വിഷയം മാറ്റി അതിന് പകരം നമുക്ക് ഹോം സയൻസ് പഠിക്കാവുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, കൊമേഴ്സ് എന്ന സബ്ജക്റ്റിലെ ഏറ്റവും പ്രധാന സബ്ജക്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയാണ്. ആ സബ്ജക്റ്റ് വേണ്ട അല്ലെങ്കിൽ ജോയിന് അത് പാടാകും എന്നാണ് ടീച്ചർമാർ പറഞ്ഞതെങ്കിലും എനിക്ക് ആ ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ കൊമേഴ്സിലെ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ആയി തീരാനിടയായി. അപ്പോൾ ദൈവത്തിന് നമ്മുടെ മേൽ ചില നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിനത് ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ +1 പഠിക്കാൻ തുടങ്ങി. +1 എനിക്ക് നല്ല മാർക്കുകൾ ലഭിക്കാനിടയായി. +2 ഞാൻ പ്രവേശിച്ചു. +2 ആയപ്പോഴത്തേക്കും ഞങ്ങളെ അക്കൗണ്ടൻസി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറിനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു. പകരം പാലയിൽ നിന്നും വേറൊരു സാറിനെ കൊണ്ടുവന്നു. അദ്ദേഹം പഠിപ്പിക്കുന്നത് ഒട്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്തു, സമരം ചെയ്ത് ആ സാറിനെ മാറ്റി മറ്റൊരു ടീച്ചറിനെ ആക്കി. ആ ടീച്ചറിനും പഠിപ്പിക്കുന്നത് പിള്ളേർക്കാർക്കും മനസ്സിലാകുന്നില്ല എന്ന് വന്നപ്പോഴത്തേക്കും പിന്നെയും ക്ലാസ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നമ്മൾ എന്തിനായി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്? അറിയാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഞാനൊരു ദേശീയക്കാരനാണ്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ദേശീയക്കാരോട് പറഞ്ഞു, എന്തിനാണ് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്? ഉള്ള ടീച്ചർമാരുടെ ശാപമെല്ലാം വാങ്ങിച്ച് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ പറയുവാനിടയായി. അപ്പോ എന്റെ ക്ലാസ്സിലുള്ളവരൊക്കെ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ട്യൂഷന് പോകുന്നുണ്ട്, ജോയലെ നീ നോക്കിക്കോ, നീ അവസാനം തോറ്റു പോകുന്നു പറഞ്ഞു. അപ്പൊ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ എന്റെ +1 ഞാൻ എന്റെ അമ്മ വീട്ടിൽ നിന്ന് എന്റെ ഫാദറിന്റെ വീട്ടിലേക്ക് താമസം മാറാനിടയായി. അപ്പോൾ അവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും വയ്യാതായപ്പോ അവിടെ അവരെ ശുശ്രൂഷിക്കേണ്ട കടമ
ഞങ്ങൾക്കുണ്ടായിരുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ ഞാൻ രാവിലെ 6:30 ബസ് കയറിയാണ് 8 മണിക്ക് മല്ലപ്പള്ളിയിൽ ക്ലാസ്സിന് കയറുന്നത്. അതുപോലെ ക്ലാസ് വിട്ട് കഴിഞ്ഞാലും ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും 6:30 എന്ന് വെച്ചാൽ 12 മണിക്കൂറാണ് എൻ്റെ ട്രാവലും സ്കൂൾ ടൈമും മൊത്തമായിട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്കൊരു ട്യൂഷൻ എടുക്കാനുള്ള ഒരു സമയമോ ഒരു സാവകാശമോ ഒന്നും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ടീച്ചർമാർ മാറി മാറി വന്നപ്പോ അവര് പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോ ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഉള്ള ടീച്ചർമാരുടെ ശാപം എല്ലാം വാങ്ങിക്കാതെ എങ്ങനെയും ഉള്ള ടീച്ചറിന്റെ അടുത്ത് നിന്ന് എങ്ങനെയും ഇച്ചിരിയെങ്കിലും പഠിച്ച് മുന്നോട്ട് പോകാനുള്ള എന്തിനായി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോ ഏകദേശം 6 മാസത്തെ പഠനം കഴിഞ്ഞു എന്ന് ഓർത്തണം. ഇനിയും അല്പനാളും കൂടെ പരീക്ഷയ്ക്കുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ടീച്ചർമാർ മാറി മാറി പോകുന്നത്. അപ്പൊ അവരെല്ലാരും പറഞ്ഞു, ഞങ്ങൾ ഇവിടെ സ്കൂളിന്റെ അടുത്ത് ട്യൂഷന് പോകും, ജോയിലെ നീ ഒരു കാര്യം ഓർത്തു, നീ തോറ്റു പോകുമെന്ന്. ആ ക്ലാസ്സിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടി പറയുവാനിടയായി. ഞാനന്ന് ഭയങ്കരമായിട്ട് തകർന്നു പോയി. ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ അക്കൗണ്ടൻസി പഠിക്കുമ്പോഴൊക്കെ എനിക്കത് നന്നായി മനസ്സിലാകുന്നുണ്ടെങ്കിലും എനിക്ക് പേടി വന്നു. കാരണം ഈ ഒരു വാക്ക്, ഇസബേലിന്റെ വാക്ക് കേട്ടിട്ട് ഏലിയാവ് ഭയപ്പെട്ടതുപോലെ ഈ ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ചലിപ്പിക്കാനിടയായി. ഞങ്ങളുടെ സഭയിൽ തന്നെ ആ സമയത്ത് എന്റെ മാതൃസഭയില് ഒരു എംകോമിന് പഠിക്കുന്ന ഒരു അച്ചാച്ചനുണ്ടായിരുന്നു. ജിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എംകോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മ ജിസച്ചായന്റെ അടുത്താണോ അക്കൗണ്ടൻസിയിൽ ചോദിപ്പാനിടയായി. അപ്പോ ജിസച്ചായൻ വീട്ടിലേക്ക് വന്ന് എൻ്റെ കൂടെ ഇരുന്ന് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അക്കൗണ്ടൻസി പഠിച്ചെടുക്കുവാൻ ദൈവം എന്നിടയാക്കി. അത്ഭുതം എന്ന് പറയട്ടെ, ആ ദിവസം എന്ന് വെച്ചാൽ അക്കൗണ്ടൻസി പരീക്ഷയുടെ ദിവസം ഞാൻ സ്കൂളിലേക്ക് പോയി. സ്കൂളിന്റെ അവിടെ നിന്ന് ബസ്സിനാണ് ഞങ്ങൾക്ക് ബിലീവേഴ്സ് ചർച്ചിന്റെ സ്കൂള്, തിരുവല്ലയിലുള്ള മഞ്ഞാടിയിലുള്ള ബിലീവേഴ്സ് ചർച്ചിന്റെ സ്കൂളിൽ വെച്ചാണ് ഞങ്ങൾക്ക് എക്സാം നടക്കുന്നത്. അങ്ങോട്ടേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായി ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഹോൾ ടിക്കറ്റ് എടുത്തോ എന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതും കൃത്യം അക്കൗണ്ടൻസി പരീക്ഷയുടെ അന്നാണ് ഓർത്തോണം. എന്റെ ഹോൾ ടിക്കറ്റ് കാണാനില്ല. ഞാൻ ഹോൾ ടിക്കറ്റ് എടുക്കാൻ വിട്ടുപോയി. ഞാൻ ഭയങ്കരമായിട്ട് ഭയന്നു. ഞാൻ പെട്ടെന്ന് ആ ടീച്ചർമാരെല്ലാം എന്നെ ഭയങ്കര ചീത്ത വിളിക്കാൻ തുടങ്ങി. എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ആരും ആശ്വസിപ്പിക്കാൻ കടന്നു വന്നില്ല. എല്ലാവരും, കാരണം നേരത്തെ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഉള്ളത് കൊണ്ട് അവര് എന്നെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. എനിക്ക് ആരും സപ്പോർട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ എടുത്തു. ഞാൻ വീട്ടിൽ വിളിച്ചു. അമ്മ പെട്ടെന്ന് ഹോൾ ടിക്കറ്റിന്റെ മേശയിൽ നിന്നും എടുത്ത് ഒരു ടാക്സി വിളിച്ച്, ആ ടാക്സി വളരെ വേഗത്തിലാണ് വന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് അമ്മ പറയുവാനിടയായി. ആ സമയം ഞാൻ എക്സാം ഹാളിൽ കയറി എക്സാമിനുള്ള എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്ന ടൈമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു കഴിഞ്ഞ് 15 മിനിറ്റ്സിനകം നമ്മൾ എഴുതണം. അപ്പോ അവിടുത്തെ എക്സാമിനിങ് ഓഫീസർ പറഞ്ഞ കാര്യം, ഓക്കെ ഇവനെ കയറ്റി ഇരുത്താൻ, ഇവന് ഹോൾ ടിക്കറ്റ് ഇല്ല, പക്ഷെ ഇവനെ കയറ്റി ഇരുത്താൻ, ഇവൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന 15 മിനിറ്റ്സിനകം ഇവന്റെ ഷീറ്റ് വന്നില്ലെങ്കിൽ, ഒരു ഹോൾ ടിക്കറ്റ് വന്നില്ലെങ്കിൽ ഇവനെ പുറത്തിരുത്തുന്നു പറഞ്ഞു. നിങ്ങൾ ഓർക്കണം, ഞാൻ വളരെ പ്രിപ്പയർഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോയ ഒരു പരീക്ഷയുടെ തലേ ദിവസമാണ്, അല്ലെങ്കിൽ ആ ഒരു ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഒരു സംഭവം ടെൻഷനും കൂടെ വന്നപ്പോഴത്തേക്കും എന്റെ ബ്രെയിൻ മൊത്തത്തിൽ ബ്ലാങ്ക് ഔട്ടായി. അപ്പോ ഏതായാലും ആ എക്സാം തുടങ്ങുന്നതിന് 1 മിനിറ്റ് മുമ്പേ എന്റെ ഹോൾ ടിക്കറ്റിന്റെ മേശയിൽ എത്തുവാനിടെ ഞാന് അത് എഴുതുവാൻ ആരംഭിച്ചു. ഞാൻ എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. പുറത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ എല്ലാവരും ഡിസ്കസ് ചെയ്യുമല്ലോ എന്തായിരുന്നു ഉത്തരം. ഞാൻ നോക്കുമ്പോൾ അവർക്ക് കിട്ടിയ ഉത്തരം വേറെ, എനിക്ക് കിട്ടിയ ഉത്തരം വേറെ. ഞാൻ ആകെ പാനിക്ഡായി. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. വളരെ വിഷമിച്ചു. ഞാന് എക്സാം കഴിഞ്ഞുള്ള ആ റിസൾട്ട് വരുന്ന പീരീഡ് ഒക്കെ ഞാൻ വളരെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് അക്കൗണ്ടൻസിക്ക് 95% മാർക്കാണ് ദൈവം തന്നത്. സ്തോത്രം. അപ്പോ ചിലര് നമ്മളെ ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ചിലര് നമ്മളെ ഒതുക്കുവാൻ ശ്രമിക്കും, ചിലര് നമ്മളെ
നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ എപ്പോഴും അറിയണം. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, MBBS ചെയ്യുന്ന, എഞ്ചിനീയറിംഗ് ഭാരപ്പെടുന്ന നിങ്ങളോട് ഞാനൊരു ഇത് പറയുകയാണ്, ഒരു ദൂത് പറയുക. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ഒന്നുകൂടൊന്ന് പഠിച്ച് ഒന്നുകൂടൊന്ന് ചെയ്തെടുത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് മെച്ചമായിരുന്നു ചെയ്യാൻ ദൈവം സർവശക്തനാകും. അങ്ങനെ +2 നല്ല രീതിയിൽ പാസ്സാകുവാൻ ദൈവം ഒന്ന് ഇടയാക്കി. അപ്പോ എനിക്ക് CA ആകണം, ഒരു CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം എന്നുള്ള ഭയങ്കര അത്. കാരണം അക്കൗണ്ടൻസി എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ആയതുകൊണ്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം എന്ന ഭയങ്കര ആഗ്രഹത്തോടെ ഞാൻ ഇതുപോലെ CAയുടെ അന്ന് CPT എന്ന് പറയുന്ന എൻട്രൻസ് കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനിടയായി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു, എൻ്റെ +2 ക്ലാസ്സിലുണ്ടായിരുന്നു, മറ്റു 3 ഫ്രണ്ട്സും കൂടെ ആയിരുന്നു. ഞങ്ങൾ പാലയിൽ താമസിച്ചായിരുന്നു, ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം എല്ലാവരും രാവിലെ എഴുന്നേൽപ്പിക്കുന്ന ഡ്യൂട്ടി എനിക്കായിരുന്നു. 6 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽപ്പിക്കുന്ന ഡ്യൂട്ടി എനിക്കായിരുന്നു. അപ്പോൾ ഞാൻ 6 മണിക്ക് അലാറം വെച്ചു, ഞാൻ അവിടെ എഴുന്നേറ്റു. പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി. ഞാൻ പിന്നെയും കിടന്നു. ആ കിടക്കയിൽ വെച്ച് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന 2ാമത്തെ ദർശനം ഞാൻ കാണാനിടയായി. ഇതിനിടയിൽ എൻ്റെ +2വിന്റെ അല്ലെങ്കിൽ ഞാൻ +2വിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപായി എൻ്റെ മാതൃസഭയിൽ ഞാൻ കണ്ട ദർശനപ്രകാരം എൻ്റെ സ്നാനം നടക്കുവാനിടയായി. എൻ്റെ ഒരു ദർശനത്തിന്റെ നിവർത്തി ഞാൻ കാണാൻ ഇടയായി. അപ്പോ 2ാമത്തെ ദർശനത്തെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നത്. ഞാന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ്, പക്ഷെ എനിക്ക് എന്തോ ശരീരത്തെ ക്ഷീണം തോന്നി. ഞാൻ ഓർത്തൊരു 10 മിനിറ്റും കൂടെ കിടന്നേക്കാം എന്നോർത്തു. അപ്പൊ ഉറങ്ങാനല്ല, ജസ്റ്റ് ഒന്ന് കിടക്കുക, കാരണം എന്തോ ശരീരത്തിനൊരു ക്ഷീണം. അപ്പൊ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് ബോഡി റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ഒന്ന് കിടന്നു. എൻ്റെ കണ്ണടച്ചതും ഞാനൊരു വലിയ വെളിച്ചമുള്ള ഒരു ദൈവിക സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാനിടയായി. എൻ്റെ മുൻപിൽ ഒരു വ്യക്തി സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു വളരെ ശോഭയുള്ള, തേജസ്സുള്ള ഒരു വ്യക്തി സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുകയാണ്, പ്രസംഗിക്കുകയാണ്. എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം വളരെ ശോഭയുള്ളവരാണ്. എൻ്റെ ഒരു ഏകദേശം ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ തിങ്ങി നിറഞ്ഞ ആളുകൾ നിൽക്കുന്നത് പോലെ ഒരു അനുഭവമാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന ഈ തേജസ്സുള്ള വ്യക്തി തന്റെ പ്രസംഗം നിർത്തിയ സ്റ്റേജിൽ നിന്നും ഇറങ്ങുവാനിടയായി. അപ്പോൾ ഗ്രൗണ്ടിലിരിക്കുന്ന ഓരോ വ്യക്തികളും എഴുന്നേറ്റു. ആ തേജസ്സുള്ള വ്യക്തി എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ സൈഡിലായിട്ട് നിന്നു, എൻ്റെ നേർക്ക് കൈ ചൂണ്ടി. എന്നിട്ട് ഇംഗ്ലീഷിലാണ് ഈ പറയുന്നത്. കാരണം എനിക്കിപ്പോഴാണെങ്കിലും മലയാളത്തിൽ അത്ര ഫ്ലുവൻ്റ് അല്ല, കാരണം എൻ്റെ സ്റ്റഡീസ് മൊത്തം ഇംഗ്ലീഷ് ബേസ്ഡ് ആയതുകൊണ്ട്, ഞാൻ വിദേശത്ത് വളർന്നത് കൊണ്ട് എന്നോട് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഞാനത് മലയാളത്തിൽ അതിൻ്റെ ചുരുക്കരൂപം പറയാം. നിന്നെ ദൈവം കണ്ടിരിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തിന്റെ അവസ്ഥകൾ എന്നെ വളരെ വേദനിപ്പിക്കുന്നു. ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ഒരു തുലാസിന്റെ 2 തട്ടുകൾ ഞാൻ കാണുന്നു. ഒരു തട്ടിൽ നിന്റെ ജീവിതവും ഒരു തട്ടിൽ ക്രൈസ്തവ സമൂഹവും ഞാൻ കാണുന്നു. ക്രൈസ്തവ സമൂഹത്തിന്റെ അവസ്ഥ മെച്ചമായി വരുമ്പോൾ മറ്റേ തട്ടിൽ നിന്റെ ജീവിതത്തിൽ വളരെയേറെ പ്രശ്നങ്ങൾ വരുന്നതായി ഞാൻ കാണുന്നു. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഒരുങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇത് കണ്ടത് ഒരു കാര്യം ചെയ്തിട്ട് ഇംഗ്ലീഷിലൂടെ ഒന്ന് പറഞ്ഞാട്ട് നമ്മൾ യുവജനങ്ങൾക്കൊക്കെ അതൊരു ഇതായിരിക്കും. I have seen you for my work. The condition of the Christian community is grieving me. I am very sad about it and I want it to change. I see 2 scales where in one scale the condition of Christian community is being uplifted, whereas your life will be of so much problems. But I have seen you. I have chosen you. ഇതാണ് ഞാൻ ആ ദർശനത്തിലൂടെ കേട്ടത്. ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ദേഹം മുഴുവനും വിയർത്തുരുകുകയാണ്.
ഞാൻ വിറയ്ക്കുകയാണ്. എനിക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫോൺ എടുത്ത് അമ്മയെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഫോൺ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, താഴെ പോയി. കാരണം അത്രമാത്രം എൻ്റെ ദേഹം വിറയ്ക്കുകയാണ്. ആ സമയം ഞാൻ ഒരു വിധത്തിൽ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എടാ ഇത് പെട്ടെന്ന് പാസ്റ്ററിനെ വിളിച്ച് പറയുക. എൻ്റെ അമ്മ പ്രേരിപ്പിച്ചു. ഞാൻ വേഗം ഞങ്ങളുടെ മാതൃസഭയിൽ അന്നുണ്ടായിരുന്ന പാസ്റ്റർ വർഗീസ് എന്ന കർത്തൃദാസൻ, അദ്ദേഹത്തെ വിളിച്ച് ഈ കാര്യം പറയുവാനിടയായി. അദ്ദേഹം പറഞ്ഞു, മോനെ ഇതൊരു ദർശനമാണ്, ഞായറാഴ്ച വരുമ്പോൾ നമുക്ക് സംസാരിക്കാം എന്ന് പറയുവാനിടയായി. ആ ഞായറാഴ്ച ഞാൻ ചർച്ചിൽ പോയപ്പോൾ ഞാൻ ഈ ദർശനം പാസ്റ്ററിനോടും പറഞ്ഞു, ഞങ്ങളുടെ സഭയിലും പറഞ്ഞു. അന്ന് ആ കർത്തൃദാസൻ എൻ്റെ മേൽ കൈവച്ച് സുവിശേഷ വേലയ്ക്കായി എന്നെ വേർതിരിച്ചു. പക്ഷേ പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെ ഇന്നത്തെ കാലത്ത് നീ +2 കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഒരു ഡിഗ്രിയും കൂടെ കഴിഞ്ഞിട്ട് നീ ദൈവവേലയ്ക്ക് പൊക്കോ. അപ്പോൾ സമൂഹത്തിനിടയിൽ ഇന്നത്തെ സമൂഹം വളരെ വെൽ അഡ്വാൻസ്ഡ് ആയിട്ട് വെൽ ലേൺഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരുടെ നടുവിൽ നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ഡിഗ്രിയെങ്കിലും നീ എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുവാനിടയായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ബികോം ഞാൻ എരുമേലിയിലുള്ള MES കോളേജിൽ പഠിക്കാനിടയായി. ആ സമയത്തെല്ലാം എൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റർ അല്ല. കാരണം അവിടുത്തെ ടീച്ചർമാർ പോലും എൻ്റെ അടുത്ത് പ്രയർ റിക്വസ്റ്റുകൾ പറയുമായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു എന്നെ അവിടെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ ബികോം പഠനം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ദർശനം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ദൈവമായിട്ട് ഒരു ഒരു ഇതിലേക്ക് എത്തി. ദൈവമേ, ഞാനൊരു CA കാരനായിക്കോളാം. അപ്പൊ ഒരുപാട് പൈസ കിട്ടുമല്ലോ. ഒരുപാട് പൈസ കിട്ടിയിട്ട് എനിക്ക് ദൈവവേലയിൽ ഞാൻ പ്രസംഗിക്കുകയൊക്കെ ചെയ്തോളാം കർത്താവ്. അപ്പോ ഞങ്ങളുടെ മാതൃസഭയിലെ പാസ്റ്റർ എനിക്ക് എപ്പോഴും പ്രസംഗിക്കാൻ സമയം തരുമായിരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് പ്രസംഗിക്കാൻ. അപ്പോൾ എൻ്റെ ബികോമിന്റെ കാലഘട്ടമാണെങ്കിൽ പോലും, ആ 3 വർഷത്തിനിടയിലാണെങ്കിൽ പോലും ഞാൻ ദൈവത്തോട് പറയുമായിരുന്നു, കർത്താവെ ഞാൻ CA കാരനാകുമ്പോൾ ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കി ഞാൻ പ്രസംഗിക്കാൻ പൊക്കോളാം. എന്നിട്ട് ഞാൻ ഒരുപാട് ദൈവദാസന്മാർക്ക് വേണ്ടി വീട് പണിത് കൊടുത്തോളാം. ഞാൻ ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്യാം. ദൈവവേലയ്ക്ക് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാമോ അങ്ങനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്ന് ഞാൻ ദൈവത്തോട് പറയുമായിരുന്നു. എന്നാൽ ഒരുപക്ഷെ എൻ്റെ ഈ ചാബല്യമായ വാക്കുകൾ കൊണ്ട് ഞാൻ ബികോം 2ാം വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, റാന്നിക്കാരൻ ജെയ്സൺ എന്ന് പറയുന്ന പെന്തക്കോസ്തുകാരനാണ്. അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ഒരു 6 പേരുണ്ട്. എൻ്റെ ബികോം ഇതിൽ ഞങ്ങൾ ഒരു 6 പേര് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ 3 ബൈക്കുകളിലായി ഞങ്ങൾ റേസ് വെക്കാവുന്നത്, ബൈക്കിൽ റേസ്. അപ്പോ റേസ് വെച്ച് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു. ഞാനും ജെയ്സനും കൂടെ ഒന്നിച്ചായിരുന്നു ബൈക്കില്. ജെയ്സൺ പെട്ടെന്ന് ബസ് എതിരെ വരുന്നത് കണ്ടപ്പോഴത്തേക്കും സൈഡിലേക്ക് ഒന്ന് വെട്ടിച്ചു. അവന്റെ കയ്യിൽ വണ്ടി നിന്നില്ല. ഞങ്ങൾ 2 പേരും താഴെ, ബൈക്ക് താഴെ വീണു. ഞാൻ തെറിച്ചു പോയി. എൻ്റെ തലയുടെ ഈ വശം ലെഫ്റ്റ് സൈഡ് ചെന്നൊരു മരത്തിലിടിച്ച് ഞാൻ അൺകോൺഷ്യസ് ആയി പോകുവാൻ വരെ. പെട്ടെന്ന് എൻ്റെ പേരൻസിനെ വിളിച്ചു. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. CT സ്കാൻ എടുത്തു. തലച്ചോറിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഒരു ചെറിയ ചതവ് പോലെ കാണാൻ, വോമിറ്റിങ്ങോ അങ്ങനെ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്യുവാനിടയെ. വീട്ടിലേക്ക് കടന്നു വന്നു. എനിക്ക് അല്പമായ ബോധം വന്നെങ്കിലും ഒരു ഫുൾ കോൺഷ്യസ്നെസ്സിലേക്ക് വന്നില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാല്, അമ്മ എന്നോട് കുളിക്കാൻ പറഞ്ഞിട്ട് പോലും ഞാൻ ബാത്റൂമിലേക്ക് കയറി അതുപോലെ ഇറങ്ങും. എന്നിട്ട് അമ്മ എന്നോട് എന്താ പറഞ്ഞത്, എനിക്കൊരു ഷോർട്ട് ടേം മെമ്മറി ലോസ് വരുന്നത് പോലെ ഉള്ള അനുഭവം. കംപ്ലീറ്റ് ആയിട്ടും ബ്ലാങ്ക് ആയി പോയി. ഡോക്ടർ എന്നോട് ആരാണ്, ഏത് കോളേജിലാ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കോളേജിന്റെ പേര് കറക്റ്റാ പറഞ്ഞതെങ്കിലും അന്നേരത്തെ പ്രിൻസിപ്പളിന്റെ പേര് ഞാൻ തെറ്റിച്ചാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തെറ്റിച്ച് പറഞ്ഞതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും ഒരു സംശയം, ഇനി എന്നേക്കുമായി ഓർമ്മ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു സംശയം. കാരണം ഞാൻ വീട്ടിൽ വന്നപ്പോഴും ഓർമ്മ നഷ്ടപ്പെട്ട ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തികളായിരുന്നു ഞാൻ അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്.
പക്ഷേ ഏകദേശം 4 മണിയായപ്പോഴത്തേക്കും എൻ്റെ അമ്മ എനിക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് തന്നു. എന്നിട്ട് എന്നോട് കിടക്കാൻ പറഞ്ഞു. ഈ ആദാമിനെ ഗാഢനിദ്രയിൽ കിടത്തിയതുപോലെ ആ 4 മണിക്ക് കിടന്ന് ഞാൻ പിന്നെ എഴുന്നേൽക്കുന്നത് രാവിലെ 8 മണിക്ക്. ഞങ്ങളുടെ സഭയിലെ ഒരു അച്ചായന്റെ ഭവനത്തിൽ പ്രാർത്ഥനയുണ്ട്. അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു, എടാ തങ്കോച്ചന്റെ ഭവനത്തിൽ പ്രാർത്ഥനയുണ്ട്, നീ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഉടനെ തയ്യാറായി, ഞാൻ അവിടെ പോയി. അപ്പൊ ഞങ്ങളുടെ കർത്തൃദാസൻ, ഞാൻ പറഞ്ഞല്ലോ കർത്തൃദാസൻ എനിക്ക് സംസാരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കാൻ സമയം തരുമായിരുന്നു. ഞങ്ങളുടെ കർത്തൃദാസൻ പറഞ്ഞു, ഇന്ന് നമ്മുടെ ഇടയിൽ പ്രസംഗിക്കുന്നു ജോയല. അത്ഭുതം എന്ന് പറഞ്ഞാല് ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അതുവരെയും എൻ്റെ തലേ ദിവസത്തെ ഒരു പ്രകൃതം വെച്ച് ഞാൻ മറന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ദൈവം എനിക്ക് വെളിവാക്കി തരുവാൻ തുടങ്ങി. വചനം നല്ല സ്ഫുടമായിട്ട് പറയാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന്റെ ശക്തി അന്ന് പകൽക്കാലം അനുഭവിക്കാൻ ഇടയാവും. ചില ആക്സിഡന്റുകൾ, ചില അനർത്ഥങ്ങൾ ഒന്നും നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല. നമ്മളെ ഒതുക്കാൻ ശത്രു ഓരോ പദ്ധതികൾ ഇടുമ്പോഴും നമ്മളെ ദൈവം അതിന്റെ ഡബിൾ പവറിൽ നമ്മളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ, ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കറണ്ട് വന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോ അങ്ങനെ എന്റെ 2ാം വർഷം കഴിഞ്ഞു. 3ാം വർഷം എന്റെ ബികോം കഴിഞ്ഞപ്പോഴും ഞാൻ കർത്താവിനോട് പിന്നെയും തർക്കിക്കാൻ തുടങ്ങി. കർത്താവ്, ഞാൻ സിഎക്ക് പോകട്ടോ, ഞാൻ സിഎക്ക് പോകട്ടോ എന്ന് പറഞ്ഞ് ഞാൻ തർക്കിച്ച് സുവിശേഷ വേലയ്ക്ക് പോകുന്നതിന് ഒരു വശത്ത് ഞാൻ FTC ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി മണക്കാലയില് പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുകയും ചെയ്തപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിന്റെ ഒരു 1/4 ഭാഗത്തോളം സിഎക്കാരനാകണം എന്നുള്ള ആഗ്രഹമായിരുന്നു. ആ സമയത്ത് ആയിരുന്നു ACC എന്ന് പറയുന്നത്. ഇന്നത് വളരെ ഫേമസ് ആണ്. ACC എന്നൊരു കോഴ്സ് കേരളത്തിൽ കുറച്ചുകൂടെ ഫെമിലിയർ ആയി വരുന്ന ഒരു സമയമായിരുന്നു ആ സമയം. അപ്പോ ഞാൻ അതിന് ചേരുവാനിടയായി. ഞാൻ ദൈവവേലയ്ക്ക് പോകാതെ, ഒരു ബൈബിൾ കോളേജിൽ പോകാതെ ആ ഒരു സംഭവത്തോട് ചേരാനുള്ള ഒരു വലിയ ആർത്തി കാണിച്ച് അങ്ങോട്ടേക്ക് പോയി. ഞാന് എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും ഞാൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ് ഈ കാര്യത്തെ വിവരിക്കുന്നത്. യേശു ശിമോൻ പത്രോസിന്റെ അടുക്ക് ചെന്നു. ശിമോൻ പത്രോസിനോട് പറഞ്ഞു, നീ ആഴത്തിൽ വല ഇറക്കുവിൻ എന്ന് പറഞ്ഞപ്പോ ശിമോൻ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നാഥ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഒരു മീൻ പോലും കിട്ടിയില്ല എന്ന് പറയുന്നത് പോലെ 2 വർഷം ഞാൻ അധ്വാനിച്ചു. 2 വർഷം ഉറക്കമില്ലാതെ. എന്നാ ഒരു പ്രാവശ്യം നന്നായിട്ട് നന്നായിട്ട് പഠിച്ച്, നന്നായിട്ട് ഇത് ചെയ്തൊക്കെ പഠിച്ചിട്ട് ഒരു പേപ്പർ അപ്പോ രാത്രി മൊത്തം അധ്വാനിച്ചു, അല്ലെങ്കിൽ 2 വർഷം മുഴുവനും അധ്വാനിച്ചു. എനിക്ക് ഒന്നും ലഭിക്കാനിടയായി. ACC, അതെ അതെ അതെ. എനിക്കൊന്നും ഒരു പേപ്പർ പോലും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഗ്രൂപ്പ് സ്റ്റഡികളൊക്കെ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ എനിക്ക് നല്ല മാർക്കുകളാണ്. പക്ഷെ ഫൈനൽ എക്സാം വരുമ്പോൾ മാത്രം, അതും 50 മാർക്സ് ആണ് പാസ് മാർക്ക്. എനിക്ക് 47 മാർക്സ്, അല്ലെങ്കിൽ 46.5 മാർക്സ്, അല്ലെങ്കിൽ 48 മാർക്സ്. വെറും 2-3 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് എനിക്ക് തോൽവികൾ സംഭവിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര നിരാശ ഉണ്ടാക്കി. ആ സമയത്ത് ഞാൻ എൻ്റെ ഫെയിലിയർ, അല്ലെങ്കിൽ ഞാൻ തോറ്റു എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചർച്ചിന്റെ അന്നത്തെ സെക്രട്ടറി എന്നെ വിളിച്ചാശ്വസിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ആ കർത്തൃദാസനോട് പറയുന്ന കാര്യം, അച്ഛാ, ദൈവമില്ല, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരുത്തത്തില്ലായിരുന്നു എന്ന്. കാരണം എന്റെ മനസ്സിൽ അന്നേരവും ഉള്ളത്, ഞാൻ CA ആയി കഴിഞ്ഞാൽ എന്താണ് തടസ്സം? ഒരു CA-കാരനായാൽ എന്താണ് തടസ്സം? ദൈവവേല ചെയ്യാൻ വേണ്ടി തന്നെ. അപ്പോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്റെ തൊട്ടടുത്ത എന്റെ റൂമിലുള്ള ഈ CA തന്നെ ഞാൻ അധികം നാൾ നിൽക്കത്തില്ല, ഞാൻ ദൈവവേലയ്ക്ക് പോകും എന്ന് പറയുമായിരുന്നു. അവരൊക്കെ ഞാൻ ഹോസ്റ്റലിൽ വെച്ച് തന്നെ ഒരുപാട് ഡിബേറ്റുകൾ നടത്തുമായിരുന്നു. സ്തോത്രം. അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളോടാണെങ്കിലും ഹിന്ദു സഹോദരങ്ങളോടാണെങ്കിലും ഞാൻ ഒരുപാട് ബൈബിളിനെ കുറിച്ച് പറയുകയും
ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു റെസ്പെക്ട് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എന്തുവാ, എനിക്ക് ജയിക്കണം, എനിക്കൊരു CA-കാരനാകണം, നന്നായി പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ദൈവ വേലയ്ക്ക് വേണ്ടി ചെലവാക്കണം. ഇതായിരുന്നു എന്റെ മനസ്സിലെ സംഭവങ്ങൾ. അപ്പോ ഞാന് ഈ അച്ചായനോട് പറഞ്ഞ കാര്യം, ഞങ്ങളുടെ സെക്രട്ടറി അച്ചായനോട് പറഞ്ഞ കാര്യം, അച്ഛാ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഞങ്ങളുടെ സെക്രട്ടറി അച്ചായൻ ആകെ വിഷമിപ്പാനിടയായി. വേഗം എന്റെ പേരൻസിനെ വിളിച്ചു. എന്റെ പേരൻസിനെ വിളിച്ചിട്ട് ജോയല് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവനെ ആശ്വസിപ്പിക്കണമെന്ന് പറയുന്നത്. സ്തോത്രം. എന്റെ പേരൻസും ആകെ വിഷമിച്ചു പോയി. കാരണം ഞാൻ CA-ക്ക് പോകുന്നതിന് മുമ്പായി ചർച്ചിൽ വരെയും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് പറയുന്നത്. അപ്പൊ അവർക്കും ഭയങ്കര വിഷമം. എന്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് എടാ അങ്ങനെ എന്നെ ധൈര്യപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ വളരെ റിലക്റ്റന്റ് ആയി നിന്നു. വളരെ ദൈവമില്ല, അല്ലെങ്കിൽ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് ഭവിക്കില്ലായിരുന്നു എന്നുള്ള ആശയത്തിലായി ഞാൻ വീട്ടില് തിരിച്ചു മടങ്ങി വന്നു. ACC-യുടെ എല്ലാ സംഭവം വിട്ട് എന്റെ അവിടുത്തെ സർട്ടിഫിക്കറ്റുകളെല്ലാം വാങ്ങി ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. അന്നേരം എന്റെ അമ്മ എന്നോട് ചോദിച്ചു, നീ നിന്റെ പരിപാടി എന്താ, നിന്റെ പ്ലാൻ എന്താണ്? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാൻ ഇനി ഈ വീട് വിട്ട് ഇങ്ങോട്ടും പോകുന്നില്ല. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, എടാ നീ ഇങ്ങനെ ഇരിക്കരുത്, നീ വേറെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്ന് ഓർത്തിട്ട് എന്റെ അമ്മ എന്നെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ടാലി സോഫ്റ്റ്വെയർ ഒക്കെ പഠിക്കാൻ പോകാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്ത ടൗണിൽ, എന്ന് വെച്ചാൽ ഏകദേശം 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്താൻ പറ്റുന്ന ടൗണിന്റെ അവിടെ ടാലി പഠിപ്പിക്കുന്ന സ്ഥാപനം ഉണ്ടായിട്ട് പോലും നാട്ടുകാരെയും സാഹചര്യങ്ങളെയും ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് രാവിലെ 8 മണിക്കത്തെ ബസ്സിന് കയറി കോട്ടയം ടൗണിലെത്തി അവിടെ പഠിച്ചിട്ട് അവിടെ നിന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് പോലത്തെ സംവിധാനമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആൾക്കാരെ ഫേസ് ചെയ്യാൻ പാടില്ല. അവര് ചോദിക്കത്തില്ല CA-ക്ക് പോയിട്ട് എന്തായി, എത്ര വരെയായി എന്നവർ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിപ്പാൻ ഇടയായിത്തീർന്നത്. അപ്പോ അങ്ങനെ മുൻപോട്ട് പോയി. ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിരുന്നു. എന്റെ മുറിക്കകത്ത് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ താല്പര്യപ്പെട്ടു. കാരണം എന്റെ ഒരു വലിയ പാഷൻ ആയിരുന്നു ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുക എന്നുള്ളത്. അത് നടക്കാതിരുന്നപ്പോൾ ഞാൻ ഓർത്ത് എന്തിന് എന്നോർത്ത് അതിന് ശ്രമിച്ച, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്റെ ചിന്തകളെ മറിച്ച് കളയുവാനും, ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് മൂമെന്റ് എ ലൈറ്റ് ക്യാൻ ഷൈൻ അപ്പോൺ യുവർ ലൈഫ്സ് വിച്ച് ക്യാൻ ചേഞ്ച് എവറിത്തിങ്. അതിനുശേഷം ഞാൻ മറ്റൊന്ന് നോക്കി, വീട് വിട്ടു പോകാൻ നോക്കി. ഞാൻ ബാഗെല്ലാം പാക്ക് ചെയ്തു ഞങ്ങളുടെ ഗേറ്റ് തുറന്ന് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മ അടുക്കളയിൽ നിന്ന് ഓടി വന്നു, വലിച്ച് എന്നെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച നിമിഷങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ ഡിപ്രഷന്റെ ഒരു സ്റ്റേജിലേക്ക് കയറാനിടയായി. എൻ്റെ അമ്മയുടെ ഒറ്റ നിർബന്ധം കൊണ്ട് ഞാൻ MCOM പഠിക്കാനായിട്ട്, ഞാൻ നേരത്തെ BCom പഠിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്ത് കയറാനിടയായി. ആ 2 വർഷം സത്യം പറഞ്ഞാല് ഈ ACCA എന്നൊരു ഇത് നടക്കാഞ്ഞത് കൊണ്ട്, അല്ലെ CA എന്ന് നടക്കാഞ്ഞത് കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ആത്മീയതയിൽ ഒരു അല്പം ഉഴപ്പില്ലായിരുന്നു. അത് വ്യക്തമായി പറയുക. അപ്പോ ഞാൻ നല്ല ഉഴപ്പിലായിരുന്നു. കാര്യം, ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ പോകുമായിരുന്നെങ്കിലും, ചർച്ചിലെ പാട്ടുകളൊക്കെ പാടുമായിരുന്നെങ്കിലും, വർഷിപ്പ് ലീഡ് ചെയ്യുമായിരുന്നെങ്കിലും, ഞാൻ ഉഴപ്പാവുന്നതിന്റെ മാക്സിമം ഞാൻ ഉഴപ്പാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജില് അതുവരെയും ഒരു മുസ്ലിം കോളേജാണ്. അതുവരെ മുസ്ലിം കോളേജിൽ ഒരു മ്യൂസിക് ബാൻഡ് ഇല്ല. നോർമലി അങ്ങനെ സമ്മതിക്കാറില്ല അതുപോലത്തെ കോളേജുകൾ. പക്ഷെ എൻ്റെ കൂട്ടുകാരൻ്റെയും പ്രയത്നം മൂലം അവിടെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടാക്കി
ആ മ്യൂസിക് ബാൻഡിലൂടെ ഞങ്ങൾ സിനിമാ പാട്ടൊക്കെ പാടാൻ തുടങ്ങി. സ്തോത്രവും ഹല്ലേലൂയ. അപ്പോ പിന്നെ അതുപോലെ പാട്ട് എഴുതി പാട്ട് കമ്പോസ് ചെയ്ത് അത് സ്റ്റേജിൽ അവതരിപ്പിക്കാനൊക്കെ അങ്ങനെ ഒരു മ്യൂസിക് ബാൻഡിന്റെ സെറ്റപ്പിൽ ഒക്കെ മുൻപോട്ട് പോകാൻ തുടങ്ങി. അതുകൊണ്ട് എന്റെ പഠിത്തം ഉഴപ്പി എനിക്ക് ഗ്രേഡുകളൊക്കെ പയ്യെ കുറയാൻ തുടങ്ങി. എനിക്ക് സപ്ലികൾ വരെ എന്ന് വെച്ചാൽ അതുവരെ എനിക്ക് സപ്ലികൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നിട്ടില്ല. ACC ഒക്കെ തോറ്റപ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ACCയുടെ ആ ഒരു തോൽവി മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ കോളേജിൽ എന്ന് വെച്ചാൽ MES എനിക്ക് വളരെ ഒരു പേരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ പാസ്റ്റർ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ടീച്ചർമാർ വരെയും എൻ്റെ അടുത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ MCOM എത്തിയപ്പോഴേക്കും അവർ നോക്കിയപ്പോൾ ടോട്ടലി ആള് ചേഞ്ച് ആയതുപോലത്തെ ഒരു ഇതാണ് എന്നിൽ അവർ കാണുന്നത്. എനിക്ക് പേപ്പേഴ്സ് സപ്ലൈ ആകാൻ തുടങ്ങി. അപ്പൊ ഞാൻ സപ്ലൈ എഴുതി എടുക്കുകയൊക്കെ ചെയ്തെങ്കിലും ഞാനൊരു ടോട്ടലി ഒരു മാറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരു ചേഞ്ച്ഡ് ഒരു വ്യക്തിയായിരുന്നു. എന്റെ MCOM പഠനത്തിന് ശേഷം ഉടനെ തന്നെ എനിക്ക് എറണാകുളത്ത് കടവന്തറയില് ഒരു CA-കാരന്റെ കീഴിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോഴും എന്റെ ആഗ്രഹം CA-കാരന്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ CA പഠിക്കണം, CA-ക്ക് ഇത് ചെയ്യണം. ചുരുക്കം ശമ്പളം എനിക്ക് കിട്ടുന്നില്ല. ഏകദേശം 2000 രൂപ മാത്രമേ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നത്. എങ്കിലും ഞാൻ ഓർത്ത് ഒരു വർഷം അവിടെ നിന്ന് ഞാൻ പണി പഠിച്ചതിന് ശേഷം മാത്രമേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തീരുമാനമെടുത്ത് അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ സാറ് എന്നെ വിളിച്ച് റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു, ജോയൽ, എനിക്ക് നിന്റെ വർക്കിൽ ഭയങ്കര ഞാൻ ഇംപ്രസ്ഡ് ആണ്. ജോയൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. 1 വർഷം കഴിഞ്ഞില്ല, അത് കഴിഞ്ഞും ജോയൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ജോയൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ശമ്പളം അങ്ങോട്ട് തരാം, ഞാൻ ജോയലിനെ CA പഠിപ്പിക്കാം എന്നൊരു കണ്ടീഷൻ. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാനങ്ങ് ആകെ ആനന്ദ തിമിർപ്പിലായിപ്പോയി. കാരണം നമ്മുടെ ഡ്രീം ഫുൾഫിൽ ആകുകയാണല്ലോ എന്നുള്ള ഒരു സന്തോഷം. എന്നാൽ ഡിസംബർ 2018 ആണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. എൻ്റെ അടുത്ത സമയത്ത് ഞങ്ങളുടെ പ്രളയത്തിന്റെ സമയത്തൊക്കെ ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് തലനാഴികയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ട് വീട്ടിലെത്തുകയൊക്കെ ചെയ്തത്. ദൈവത്തിന് മഹത്വം. അപ്പോ 2018 ഡിസംബറിൽ എൻ്റെ ചേച്ചി അന്ന് ബാംഗ്ലൂരിൽ നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ചേച്ചി നാട്ടില് അവധിക്കായിട്ട് വന്നപ്പോൾ എൻ്റെ അമ്മയും കൊണ്ട് ചെക്കപ്പിന് പോകാനിടയായി. കാരിത്താസ് ചെന്നപ്പോഴത്തേക്കും അവര് പറഞ്ഞു, അമ്മയുടെ ഓവറിക്കകത്തൊരു മുഴയുണ്ട്, 11 സെന്റിമീറ്റർ നീളമുള്ള മുഴയുണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ സാറിന്റെ അടുത്തു നിന്ന് ലീവൊക്കെ വാങ്ങിച്ച് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അമ്മയുടെ ഓപ്പറേഷൻ ചെയ്തു, ഓപ്പറേഷൻ കയറ്റി. പക്ഷെ ഡോക്ടർമാർ അതുപോലെ അവര് ഓപ്പറേഷൻ അമ്മയ്ക്ക് തുറന്നു, അത് അതുപോലെ തിരിച്ച് സ്റ്റിച്ച് ചെയ്തവള് അവര് തിരിച്ച് വിട്ടു. എന്നിട്ട് അവര് പറഞ്ഞു, ഈ മുഴ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല, ഇത് മറ്റ് ഓർഗൻസുമായി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഈ മുഴ മാറ്റണമെങ്കിൽ മറ്റ് ഓർഗൻസും നമ്മൾ മുറിവേൽപ്പിക്കാതെ ഈ മുഴയെ പുറത്തെടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയാനിടയായി. അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്കിത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൊഫസേഴ്സ് അമ്മ റെക്കമെൻഡേഷൻ ലെറ്റർ തരുന്നില്ല, അത് മാത്രമേ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് അവിടുത്തെ കാരിത്താസിന്റെ ഡോക്ടേഴ്സ് പറയുന്നവരെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ജനുവരി 2019 ജനുവരി 5-ാം തീയതി എൻ്റെ അമ്മയെ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ആ സമയം ഞാൻ രാവിലെ ഓഫീസിൽ പോകും, വൈകുന്നേരം അമ്മയുടെ കൂടെ വന്ന് നിൽക്കും. ചേച്ചി ഉണ്ടെങ്കിൽ പോലും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കും. അപ്പോ അങ്ങനെ അമ്മയുടെ ഓപ്പറേഷൻ അവിടെ സക്സസ്ഫുൾ ആയി തീർന്നു. അവര് സ്റ്റിച്ച് ചെയ്തു. എൻ്റെ അളിയന്റെ വീട് എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയെ വിവാഹം കഴിച്ച ആളുടെ ഭവനം, എൻ്റെ അളിയന്റെ വീട് അങ്കമാലിയിലായതുകൊണ്ട് അങ്കമാലിലെ പപ്പയും അമ്മയും പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കതാകുമ്പോൾ ഒരുപാട് ദൂരമില്ല എറണാകുളത്തിൽ നിന്ന്, പെട്ടെന്നൊരു ആവശ്യം വന്നാലും നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞ് അളിയന്റെ വീട്ടിൽ എൻ്റെ അമ്മ താമസിച്ചു കൊണ്ടിരുന്നപ്പോൾ 1 ദിവസം കഴിഞ്ഞു. 2ാമത്തെ ദിവസം തൊട്ട് അമ്മയ്ക്ക് യൂറിൻ പോകുന്നില്ല, അമ്മയുടെ കാലുകൾ നീര് വെച്ചു, ആകെ പ്രയാസമായി. അപ്പൊ പെട്ടെന്ന് തന്നെ അവര് ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിക്ക് ചേച്ചി എന്നെ വിളിച്ചു, എടാ
ഈ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി അമ്മയെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് എന്ന് പറയുവാനിടയായി. ഹോസ്പിറ്റലിലേക്ക് എത്തിയ മാത്രമേ അമ്മയുടെ നേരത്തെ ചെയ്ത ഓപ്പറേഷന്റെ സ്റ്റിച്ച് പൊട്ടി അവിടെ നിന്ന് പസ്സും ഫീക്കൽ മാറ്ററും കൂടെ പുറത്തിറങ്ങി അതൊരു ഫൗൾ സ്മെല്ല്, ഒരു വല്ലാത്ത സ്മെല്ല് വരുന്ന പോലത്തെ അനുഭവം ഉണ്ടായി. വേഗം തന്നെ ഡോക്ടേഴ്സ് കണ്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് സർജറിക്ക് പിന്നെയും കയറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസത്തിനിടയിൽ 3ാമത്തെ തവണ എൻ്റെ അമ്മയിൽ സർജറി ചെയ്യുവാനിടയായി. അപ്പോ എൻ്റെ ആ സമയം ഞങ്ങൾ വളരെയേറെ ഭാരപ്പെട്ടു. എൻ്റെ അമ്മാച്ചൻ ആ സമയത്തുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ സഹോദരൻ ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു. എൻ്റെ അമ്മാച്ചനും ചേച്ചിയും ഞാനും ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, there is no chances of hope, there is very less chances of hope എന്ന് പറയുന്നു. കാരണം ശരീരത്തിനകത്ത് മൊത്തം പഴുപ്പ് കയറാനിടയായി. കാരണം അവർ നേരത്തെ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തിനിടയിൽ ചെറുതായി ഒരു മുറിവ് സംഭവിച്ചിരുന്നു. അത് മലദ്വാരത്തിന്റെ ഭാഗത്തായിട്ടാണ് മുറിവ് സംഭവിച്ചത്. അവിടെ നിന്നും ഫുഡ് പ്രോസസ് ചെയ്തിട്ട് അത് പുറത്തേക്ക് പോകാതെ അത് ശരീരത്തിനകത്ത് തന്നെ വന്ന് പഴുപ്പ് കയറി. ആ പഴുപ്പിന്റെ അവസ്ഥകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ലങ്സിനെ അഫക്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നവർ പറയുവാനിടയായി. ഞങ്ങൾ തകർന്നുപോയി. അമൃത ഹോസ്പിറ്റലിൽ പോയവർക്കറിയാം, അത് ഒരു സർക്കിളാണ്. അവരുടെ ഹോസ്പിറ്റൽ റൗണ്ട് ഷേപ്പിൽ നമ്മൾ അകത്ത് പുറത്തുനിന്ന് കണ്ടാൽ മനസ്സിലാക്കുന്നു, പക്ഷെ അകത്ത് ചെയ്താൽ ഒരു സർക്കിളാണ്. ഞാൻ അവിടെ നിന്ന് നടന്നു. രാത്രി ഏകദേശം 1 മണി സമയമൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ നടന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു ശബ്ദം ഇങ്ങനെ പിന്നിൽ നിന്ന് ഇങ്ങനെ കേൾക്കുക, നിന്റെ അമ്മയെ തൊട്ടപ്പോൾ നിനക്ക് വേദനിച്ചില്ലേടാ? എത്ര നാളായി ഞാൻ നിന്റെ പുറകെ നടക്കുന്നു, എത്ര തവണ ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചു, എന്നിട്ടും എന്റെ ആഗ്രഹത്തെ, എന്റെ പദ്ധതിയെ നിന്ന് നീ എത്ര നാൾ കൂടി തിരികെ മടങ്ങി വരാൻ പറഞ്ഞു. ആ രാത്രി ഞാൻ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞു. അന്ന് ദൈവം എനിക്കൊരു പാട്ടിന്റെ ശകലം തന്നു. എനിക്ക് ഇതുവരെ അത് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇങ്ങനെയാണ്: രോഗത്താലേറ്റം വലഞ്ഞിടിലും നിർജീവമെന്ന് തോന്നിയാലും എന്നുറിവുണക്കിടുന്ന പ്രിയം വലങ്കരം, എന്നുറിവുണക്കിടുന്ന പ്രിയം വലങ്കരം. ഈ വരികൾ ദൈവം എന്റെ അകത്ത് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം ഒരു വിടുതൽ പ്രവർത്തിച്ചു തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോൾ ഞങ്ങൾ ICUവിൽ കയറി. അമ്മയെ കണ്ടു. അമ്മ കണ്ണു പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചു. ദൈവം വലിയൊരു വിടുതലാണ് അവിടെ ചെയ്തത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇനിയും ഓടിയിട്ട് കാര്യമില്ല. ഞാൻ ചെന്നു, ഞാൻ ഞങ്ങളുടെ സാറിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുവാനിടയായി. സാറിന് ഒരുപാട് വഴക്ക് പറഞ്ഞു. കാരണം സാറിന് ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചൊരു വ്യക്തി. ഞാനൊന്നും മിണ്ടിയില്ല, എനിക്കൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ നിശ്ചലമായി നിന്നു. അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹത്തോട് ദൈവവിളിയെ കുറിച്ച് പറഞ്ഞാൽ, ദൈവവേലയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായി. എനിക്കൊന്നും പറയാൻ പറ്റി. ഞാനിവിടെ നിശ്ചലനായി. അപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സ് എല്ലാം ചോദിച്ചു, എന്താ ഒന്നും പറയാനത്? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. കാരണം അവരോട് പറഞ്ഞാൽ അവർക്കിത് മനസ്സിലാവില്ല. ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. 2019 ജൂൺ മാസം ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ ഓദറയിൽ ഞാൻ പഠനത്തിനായി ഇവിടെ കയറുവാനിടയായി. 4 വർഷം വചനം പഠിപ്പാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. ഇപ്പോൾ എൻ്റെ പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ദൈവസഭയിൽ ശുശ്രൂഷിക്കാൻ ഉള്ള ഒരു അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്.
ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ച് യുവാക്കളായ ആൾക്കാർ, ദൈവം നിങ്ങളുടെ മേലൊരു വിളി തന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളത് നിസ്സാരമെന്ന് കരുതിയോ അങ്ങനെ വല്ലതും മുൻപോട്ടായിരിക്കും പോയത്. പലതവണ വീഴ്ചകൾ ഉണ്ടാകും, പല 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 സിറ്റുവേഷൻസ് ഉണ്ടാകും. കാരണം ഒരു യൗവനക്കാരന്റെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് സഭാപ്രസംഗം കാണാൻ ഇടയായിത്തീരുന്നത്. പക്ഷെ അതിന്റെ ഏറ്റവും ഒടുവിൽ ഒരു കാര്യം പറയുന്നത്, അതിന്റെ സൃഷ്ടാവിന് മൊത്തം ലൈഫ് എൻജോയ് ചെയ്യുന്നതിന്റെ ഇടയിലും നമ്മുടെ സൃഷ്ടാവ് എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനായി ജീവിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ലൈഫ് പർപ്പസ്ഫുൾ ആയി തീരത്തുള്ളൂ. നമ്മൾ എങ്ങനെ ജീവിച്ചിട്ടോ, നമ്മൾ ഒരുപാട് ഡിഗ്രി നേടിയിട്ടോ, ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടെ പോവുകയോ ഒന്നും ചെയ്തിട്ടും വലിയ കാര്യമില്ല. ദൈവത്തിനായി നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി നിൽക്കുന്നതിലൂടെയാണ് നമുക്ക് ദൈവം മറുപടികളും അല്ലെങ്കിൽ ദൈവം നമ്മളെ ഉയർത്താനിടയായിത്തീരുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു CA കാരനാകാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ CA സ്റ്റുഡൻസിനിടയിൽ ലൈഫ് സ്കിൽസ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വ്യക്തി കൂടെ. ഞാൻ CA കാരനായില്ലെങ്കിലും ദൈവത്തിന് എന്നെ അവരുടെ ഇടയിൽ ഉപയോഗിക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. നിങ്ങൾ വീണ്ടും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമം അല്ലാതെ മറ്റൊന്നും ഈ സാക്ഷ്യത്തിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സകലമാനും മഹത്വം അർപ്പിക്കുന്ന ജോയ്സ് ടിവിയോടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാർത്തയിലേക്ക് എടുക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവിന്റെ ദാസനെ, നമ്മുടെ യൗവനക്കാരുടെ ഇടയിൽ പലവിധമാകുന്ന എല്ലാവരും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ലോകത്തിലൊരു ജോലി ചെയ്തുകൊണ്ടാണ് കർത്താവിൻ്റെ വേല ചെയ്യണമെന്നാണ് ഇന്നത്തെ യൗവനക്കാര് കൂടുതലും ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി പ്രകാരം കർത്താവ് നമ്മെ കൊണ്ടുവരുമെന്നുള്ളതിനൊരു എക്സാമ്പിളാണ് പ്രിയ കർത്താവിൻ്റെ ദാസൻ. കർത്താവിന് ആ പദ്ധതിയിൽ അതിന് തടസ്സം ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു CA കാരനായി തീരണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അതിനേക്കാളൊക്കെ ഒരു ലോകപരമായ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ടായി തീരണമെന്ന് ആഗ്രഹിച്ചെന്നാൽ ഇന്നൊരു ക്രൈസ്റ്റ് അംബാസഡറാക്കി കർത്താവിൻ്റെ ദാസനെ ദൈവം നിർത്തിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ചാർട്ടേഡ് അക്കൗണ്ടിനെക്കാട്ടിലൊക്കെ ഉന്നത പദവിയാണല്ലോ ക്രൈസ്റ്റിന്റെ അംബാസഡറിന്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ദൈവത്തിന്റെ ദാസനെ സഹായിക്കട്ടെ. അനേക യൗവനക്കാർക്ക് കർത്താവിന്റെ ദാസൻ ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. ദൈവസന്നിധിയിൽ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഓക്കെ. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പിതാവേ, അപ്പാ, ഈ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ, അങ്ങടിയന്റെ ജീവിതത്തിൽ തന്ന ഓരോ അനുഭവങ്ങളെയും നാഥ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പങ്കുവെപ്പാൻ കർത്താവെ ഞങ്ങളെ അടിയനെ ഇടയാക്കിയത് ഓർത്ത് അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ അങ്ങ് വാഴ്ത്തുന്നു. കർത്താവ് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു വലിയ ചലനം ഉണ്ടാകുക, കർത്താവ് ചില രൂപാന്തരങ്ങൾ സംഭവിക്കുക, കർത്താവ് അവരുടെ പെർസ്പെക്റ്റീവ്സ് മാറുവാൻ, അവരുടെ പെർസെപ്ഷൻ മാറുവാൻ കർത്താവെ നാഥ അങ്ങ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരോട് ഇടപെടുന്നതിനാൽ സ്തോത്രം കർത്താവെ. ആമേൻ. ഈ നാഥ യൂട്യൂബ് ചാനലിനായി പ്രാർത്ഥിക്കുന്നു. ഇത് കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ കരത്തിലേൽപ്പിക്കുന്നു. പ്രത്യേക പ്രിയ സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയദാസ്യങ്ങൾ ബലപ്പെടുത്തുമാറാകുന്നു. ഇതിന്റെ പിൻപിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നാഥ അങ്ങ് അനുഗ്രഹിക്കുമാറാകും. കർത്താവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം മഹത്വപ്പെടുവാൻ അങ്ങ് അനുവദിക്കല്ലേ എന്നതാണ്. സകലം അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനാക്കി അങ്ങ് തീർക്കണം. യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവിന്റെ ദാസനെ നന്ദിയുണ്ട്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ.